ആദ്യം നമുക്ക് ഈശ്വര പ്രാർത്ഥനയോടെ തുടങ്ങാം. നമ്മുടെ കാര്യമായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്, ഇപ്പോഴും അത് പക്ഷേ എല്ലാവരും എത്തിച്ചേർന്നിട്ടില്ല. അപ്പൊ രജിത ഇസ്ലാം കുര്യൻ അവരൊക്കെയായിരുന്നു പാടാനുണ്ടായിരുന്നത്. ചന്തമേറിയ പൂവിലും ശബളാഭമാം ശലഭത്തിലും സന്തതം തരതാരിയെന്നൊരു ചിത്രചാതുരി കാട്ടിയും ഹന്തചാരു കടാക്ഷമാലകൾ അർക്കരശ്മിമീട്ടിയും ചിന്തയാം മണിമന്ദിരത്തിൽ വിളങ്ങുമീശനെ വാഴ്ത്തുവിൻ. ചിന്തയാം മണിമന്ദിരത്തിൽ വിളങ്ങുമീശനെ വാഴ്ത്തുവിൻ. കൂട്ടായ്മ നടത്തിയിരുന്നു. അപ്പൊ സംയോജിതമായിട്ട് നമ്മൾ ആദ്യം നടത്തുന്ന കൂട്ടായ്മയാണ്. ഇതിൽ നമ്മൾ ഒത്തിരി കുറെ പേരും കൂടെ വരേണ്ടതായിരുന്നു. പക്ഷെ പ്രതീക്ഷിച്ചത്രയും ആൾക്കാർ വന്നിട്ടില്ല. എന്തായാലും ഇത്രയും ആൾക്കാർ ഈ വേദിയിൽ കാണാനും പരിചയപ്പെടാനും ഒരു അവസരം കിട്ടിയത് ഒത്തിരി സന്തോഷം. ഈ ഒരു അവസരം നമ്മള് കൂട്ടായ്മ നടത്തിയതിന് ശേഷം, കൂട്ടായ്മ 2 വർഷം കൂട്ടായ്മ നടത്തുമ്പോൾ തന്നെ 14 പേര് നമ്മളെ വിട്ടുപിരിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. ആണുങ്ങളെ, പെണ്ണുങ്ങളെ എത്ര പേരെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മളെ കൂട്ടായ്മ നടത്തിയതിന് ശേഷം നമ്മുടെ 2 സുഹൃത്തുക്കളെ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയി. രവി ആദ്യം മരിച്ചുപോയി അറ്റാക്കായിട്ട്. പിന്നെ ഇപ്പൊ റീസെന്റ് നമ്മുടെയൊക്കെ നെടുന്തൂണായിട്ട്, ഈ ഗ്രൂപ്പിന് നെടുന്തൂണായിട്ട് നിന്നിരുന്ന ബേബി തോമസും മരിച്ചുപോയി. അപ്പൊ അവരുടെയും കൂടി ഒരു ഓർമ്മയും കൂടിയായിട്ടാണ് ഈ ഒരു അവസരം നമ്മൾ ഉപയോഗിക്കുന്നത്. സ്വാഗത പ്രസംഗത്തിനായി മണികണ്ഠനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട 1978 ഏനാവൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നമ്മുടെ സഹപാഠികൾ, നമ്മള് 10ാം ക്ലാസ് കഴിഞ്ഞ ശേഷം 46 കൊല്ലം കഴിഞ്ഞിരിക്കുകയാണ്. 46 കൊല്ലത്തിന് ശേഷം ആദ്യമായി കാണുന്ന ആളുകൾ ഇവിടെയുണ്ട്. ഞാൻ തന്നെ ഒരു 3-4-5 പേര് ആദ്യമായിട്ടാണ് കാണുന്നത്. തൊട്ടടുത്തുള്ള പുതുത്തറയിലെ നമ്മുടെ ബാലയത്തോടൊപ്പം ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. ബാലയത്തോടെ ഇല്ലേ ഉണ്ടല്ലേ? അപ്പൊ അത് അത്രയും വലിയൊരു സന്തോഷം ഉണ്ടായി. കാരണം നമ്മുടെ ആൺകുട്ടികളെ, ഞാൻ ഇനി കുട്ടികളെ പറയുന്നത്, അപ്പൊ ആൺകുട്ടികളുടെ മീറ്റിംഗ് കഴിഞ്ഞ് 2 വർഷം മുമ്പ് നടത്തിയപ്പോഴും ഇതിനേക്കാൾ ആളുണ്ടായിരുന്നു. പക്ഷെ വ്യത്യസ്ത ആളുകളായിരുന്നു. കുറച്ച് വന്നിട്ട് അപ്പൊ നമ്മുടെ ആൺകുട്ടികളെ സംബന്ധിച്ച് 2ാമത്തെ മീറ്റിംഗും പെൺകുട്ടികളെ സംബന്ധിച്ച് 2ാമത്തെ മീറ്റിംഗ് ആണ് ഞാൻ മനസ്സിലാക്കി. നമ്മള് ആൺകുട്ടികളുടെ മീറ്റിംഗുകൾ സാധ്യത പറയാം. നമ്മൾ 3 വർഷം മുമ്പ് 21 നവംബർ അവസാനമാണ് നമ്മൾ ഇതിന്റെ ഒരു കൂട്ടായ്മ രൂപീകരിക്കുന്നത്. അത് തുടക്കക്കാരൻ ഞാൻ തന്നെയാണ്. എനിക്ക് അഭിമാനമുണ്ട്. ഒരു രാത്രി വെറുതെ ഇരുന്നപ്പോൾ ഞാൻ ഈ വാട്സപ്പ് കണക്ക് ഇങ്ങനെ വെറുതെ കളിക്കുന്ന ഒരാളാണ്. എന്നാ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയേക്കാം എന്ന് വിചാരിച്ചുണ്ടാക്കിയ ഒരു ഗ്രൂപ്പാണ്. അപ്പൊ കാക്കയങ്ങാട് പേരാവര്, മണത്തറ, തൊണ്ടിയൊക്കെ നമുക്ക് അത്യാവശ്യം കുറെ പേര് അറിയാം. കുറെ പേര് വാട്സാപ്പിനും പറയില്ല, എന്നാലും കുറെ പേര് അറിയാം. ഇതിൽ കുറെ പേര് നമ്മൾ സ്ഥിരം കാണുന്നവരെ. അപ്പൊ അങ്ങനെ എന്റെ ഒരു തമാശക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയതാണ്. അതൊരു 10 ദിവസം കൊണ്ട് അതിലുള്ള ആളുകളൊക്കെ പിന്നെ ഒരു വൻപൻ മുന്നേറ്റായി. അതുകൊണ്ടൊക്കെ നമ്മളെ KV ചന്ദ്രൻ പേരാവൂർ, നമ്മുടെ SLC ബാച്ചിന്റെ ഒരു ഫോട്ടോ പുറത്തു വിട്ടു. ഒരു അത്ഭുതകരമായ പലയാളെ കൈവശം ഉണ്ടെങ്കിലും പരിധിയിട്ട് ആർക്കും കിട്ടിയില്ല. ചന്ദ്രന്റെ ഫോട്ടോ വാട്സപ്പ് വിളിച്ച് അവിടെ എല്ലാവർക്കും ആവേശം. അതിന് ആവേശത്തിന് ചുക്കാൻ പിടിച്ചാണ് നമ്മുടെ ബേബി ജോൺ തെക്കുപള്ളില. അക്കാലത്ത് എല്ലാവരും ശരിക്കും ഞാൻ വിചാരിക്കുന്നത് 2 മാസം കൊണ്ട് നമ്മൾ 100-ലധികം ആളെ ഗ്രൂപ്പ് ചേർത്തുന്നുള്ളതാണ്. ഫോട്ടോയ്ക്ക് നമ്പർ ഇട്ടുകൊണ്ട് ഇതാരാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് ഓരോ ആളെയും ഇപ്പോഴും ചില ആൾ നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആളെ കിട്ടിയില്ല. കുറച്ച് ആളുകൾ ഇപ്പോഴും അൺനോൺ പേഴ്സൺസ് ഉണ്ട്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ വളരെ പെട്ടെന്ന് നമ്മളൊരു സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ പേരാവൂരിൽ വെച്ച് നമ്മളൊരു മീറ്റിംഗ് വളരെ വിപുലമായി 100-ലധികം ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്. കുറെ പേർക്ക് പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. എന്നാലും വിദേശത്തു നിന്ന് പോലെ ഒന്ന് ആള് വന്നിട്ടുണ്ട്. ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ബാംഗ്ലൂരിൽ നിന്നും അതുപോലെ ഒരുപാട് ദൂരം നിന്നൊക്കെ ഇവിടെ ആൾ എത്തിയിട്ടുണ്ട്. പങ്കെടുക്കേണ്ട ഒരു എന്താ പറയാ ഒരു സന്തോഷത്തിൽ അങ്ങനെ നമ്മളന്ന് യോഗം കൂടി. അതിനുശേഷം ഇപ്പൊ നമ്മൾ 3ാമത്തെ വർഷമാണ്. കുറെ നാളായി നമ്മൾ മീറ്റിംഗ് ചേരണമെന്ന് ആഗ്രഹിക്കുന്നത്.
ഒരുപാട് പ്രവർത്തനങ്ങളിൽ ഓർമ്മ 1978 നടത്തിയിട്ടുണ്ട്. നമ്മൾ അന്ന് നമ്മുടെ ഏറ്റവും പ്രഖ്യാപിത ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിൽ പ്രയാസമുള്ളവരെ സഹായിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. നമ്മൾ വെറുതെ കൂട്ടം കൂടിയോണ്ട് കാര്യമില്ലല്ലോ, നമുക്ക് പ്രയാസവരെ സഹായിക്കണം. അങ്ങനെ ഒരു 3-4 പേരെ നമ്മുടെ ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾ, നമുക്ക് ആൾ പേരെടുത്ത് പറയില്ല, അത് സഹായം കിട്ടിയ ആളുകൾ നമ്മൾ പേര് പറയുന്നത് ശരി, എങ്കിലും നമുക്ക് സഹായിക്കാൻ സാധിച്ച എന്നൊരു സന്തോഷം നമുക്കുണ്ട്. ആ ഒരു രീതിയിൽ തന്നെയാണ് ഇപ്പോഴും നമ്മുടെ കൂട്ടായ്മ പോകുന്നത്. എനിക്ക് തോന്നുന്നത് പെൺകുട്ടികളുടെ കൂട്ടായ്മ അങ്ങനെ തന്നെ ആയിരിക്കും. ഈ കഴിഞ്ഞ ഒരു 3 മാസം 4 മാസം മുമ്പേ എടുത്തു പറയേണ്ട ഒരാള് 2 പേര് ഇവിടെ പറഞ്ഞു. ജി രവി എൻ്റെ പ്രൈമറി ക്ലാസ് എൻ്റെ കൂട്ടുകാരനാണ്, പെട്ടെന്ന് മരണപ്പെട്ടു. അതിന്റെ ഓർമ്മകൾ പിന്നീട് പുതുക്കുന്നോണ്ട് ഞാൻ നീട്ടി പറയുന്നില്ല. ബേബി തോമസ്, കൊല്ലരിക്കൽ ബേബി തോമസ് ശരിക്കും പറഞ്ഞാൽ നെടുന്തൂണാണ് നമ്മുടെ ഈ ഗ്രൂപ്പിന്റെ. മൂപ്പരാണ് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഒരു എന്താ പറയാ, എങ്ങനെ ഈ മീറ്റിംഗ് സംഘടിപ്പിക്കുക എന്നതിന്റെ ഒരു ശാസ്ത്രീയ വശം മൂപ്പരാണ് കണ്ടുപിടിച്ചത്. മൂപ്പരെന്ത് ചെയ്യും, നമ്മുടെ SLC കാലത്ത് ക്ലാസ്സിലെ ഫോട്ടോ 1, 2, 3 എന്നൊക്കെ അത് അങ്ങനെ തന്നെ കോപ്പി ചെയ്ത് വലിയ സ്ക്രീനിലാക്കി. അപ്പോൾ 1-ാം നമ്പറുകാരന്റെ പഴയ SLCയുടെ ഫോട്ടോവും പിന്നീട് ആ സമയത്ത് നമ്മൾ ഈ വേദിയിൽ വരുമ്പോഴുള്ള ഫോട്ടോ ഒന്നിച്ചെടുത്തുകൊണ്ട് അയാളെ വേദിയിൽ 1-ാം നമ്പറിന് വിളിക്കുമ്പോൾ വേദിയിൽ SLCയുടെ ഫോട്ടോവും കാണും, നിലവിലുള്ള ഫോട്ടോവും കാണും, ആളെ നേരിട്ട് കാണും. അങ്ങനെയാണ് ഞങ്ങൾ കഴിഞ്ഞ തവണ ഇത് അവതരിപ്പിച്ചത്. അപ്പൊ അത്രമാത്രം മണിക്കൂറുകളും ദിവസങ്ങളും മാസങ്ങളും എടുത്തിട്ടാണ് നമ്മുടെ ബേബി തോമസ് അത് ചെയ്തത്. ബേബി തോമസിന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു നമ്മുടെ ഈ കൂടിച്ചേരല്. നമുക്കറിയാം, ശരിക്കും പറഞ്ഞാൽ വലിയൊരു പ്രയാസമാണ് നമ്മളൊക്കെ നിൽക്കുന്നത്. ബേബി തോമസ് നമുക്ക് ഒന്നും കൂടെ കൂടണം, ഈ മടക്കുമ്പോൾ ചേരണം എന്നൊക്കെ വളരെ ആഗ്രഹമായിരുന്നു. വളരെ പെട്ടെന്ന് അസുഖം ബാധിച്ചു. പെട്ടെന്ന് നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല. ശരിക്കും ഞാൻ വിചാരിക്കുന്നത് വേർപാടിന്റെ ഒരു 8 ദിവസം മുമ്പൊക്കെ നമ്മളൊക്കെ വിളിച്ചിട്ടുണ്ട്. എന്നോട് പറഞ്ഞോടെ മണികണ്ഠ, ഞാൻ നമുക്ക് വന്നിട്ട് വേണം കോർ കമ്മിറ്റി വിളിക്കണം, മീറ്റിംഗ് ചേർന്നൊക്കെ എന്നോട് നമ്മൾ പല ആളും പറഞ്ഞിട്ടുണ്ട്. വിട്ടുവരുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ശരിക്കും ബേബി തോമസ് അവിടെ ഉണ്ടായിരുന്നു. നമ്മളോട് കേട്ടാ അതെടുക്ക് ഇതെടുക്ക്, മണികണ്ഠ അതെടുക്കില്ലേ, വിൻസെന്റ് എടുക്കുന്നൊക്കെ പറയുന്ന ഒരു ബേബി തോമസിനെ ഞാനിവിടെ എൻ്റെ മനസ്സിൽ കാണുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ അതിനുശേഷമാണ് നമ്മുടെ പെൺകുട്ടികളെയും കൂടെ കൂട്ടണം എന്നൊരു ആഗ്രഹം ഉണ്ടായത്. ബേബി ജോൺ നമ്മുടെ ഗ്രൂപ്പിൽ കോർ കമ്മിറ്റിയിൽ വെക്കുകയും നമുക്കൊരു സന്തോഷം മാത്രമേ ഉള്ളൂ. അങ്ങനെയൊക്കെ ഒന്ന് പെൺകുട്ടികളെ കാണാൻ പറ്റുമല്ലോ, സന്തോഷം. കാരണം നമ്മള് ABCDEFG ബാച്ച് എത്രയും ഓർമ്മയില്ല. ഞാൻ ഡിയിലായിരുന്നു, 10 ഡിയിൽ. 10 ഡിന്റെ അപ്പുറത്താണ് 10 F. ഈ കഴിഞ്ഞാൽ ഡി കഴിഞ്ഞ് E അല്ലേ, പെട്ടെന്ന് ഓർമ്മ എടുത്തില്ല കേട്ടോ. അപ്പൊ ആ ക്ലാസ്സിലേക്ക് ശരിക്കും അന്ന് എന്നെ സംബന്ധിച്ച് ഞാനും KV ചന്ദ്രൻ പ്രസാദിലുള്ള 10 ഡി ആണ്. 10 ഡിന്ന് 10 എന്താ പറയാ, അടുത്ത ക്ലാസ്സിൽ നോക്കാൻ പേടിയാണ് നമുക്ക്. കാരണം പെൺകുട്ടികളുടെ പേടിയാണ്. അത് നോക്കാൻ നോക്കി സംഭവിച്ചിട്ടില്ല. വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും ഒരു പാളിച്ചുള്ള ഒരു കാലഘട്ടത്താണ് നമ്മൾ പഠിച്ചത്. കാരണം മിക്സ്ഡ് സ്കൂൾ എന്ന സമ്പ്രദായം അന്ന് ഉണ്ടായില്ല, പ്രത്യേകിച്ചും പ്രൈവറ്റ് സ്കൂളുകൾ. പ്രൈവറ്റ് സ്കൂൾ, ഗവൺമെന്റ് സ്കൂൾ അതൊക്കെ സർവ്വസാധാരണമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മിക്സ്ഡ് സ്കൂൾ ഉണ്ടെങ്കിൽ പോലും കുട്ടികളെ ആൺകുട്ടികൾ പോലും പരസ്പരം കാണാൻ പാടില്ല എന്നൊരു തീരുമാനം അന്നത്തെ മാനേജ്മെന്റും അതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ, നമ്മുടെ പേരാവി സെന്റ് ജോസഫ് മാത്രം ഒരുപാട് സ്കൂളുകളുണ്ട്. അതിന്റെ ഒരു ഫലമാണ് നമുക്ക് നമ്മുടെ സഹോദരിമാരെ, സുഹൃത്തുക്കളെ കാണാൻ സാധിക്കാത്തൊരവസ്ഥയുണ്ട്. അന്നത്തെ വിദ്യാഭ്യാസത്തിന്റെ പോരായ്മയാണ്. ഞാൻ വലിയൊരു വിദ്യാലയങ്ങൾ അധ്യാപകനായ സമയത്ത് ഈ ഒരു പോരായ്മ മനസ്സിലാക്കിയിട്ട് പല വേദികളിലും പരീക്ഷാ ക്ലാസ്സുകളിൽ പോലും ഞാൻ ആൺകുട്ടികളുടെ പെണ്ണിൽ ഒന്നിച്ചിരിച്ച് പരീക്ഷ എഴുതിച്ചിരുന്നു. ചില അധ്യാപകർ ആൺകുട്ടികളെ വേറെ ഇരുത്തും, പരീക്ഷയിൽ പെൺകുട്ടികളെ വേറെ ഇരുത്തും. ഞാനത് നിഷേധിച്ചുകൊണ്ട് നേരെ കുട്ടികളെ ഡിവൈഡ് ചെയ്ത് അങ്ങനെ അവരെ കാണാതിരിക്കണ്ട എന്ന് എൻ്റെ പഴയ പ്രതികാരം അവിടെ വിട്ടു. അത് ഒരു എന്താ വല്ലാത്തൊരു മോശം കാലഘട്ടം ശരിക്കും നമ്മൾ പഠിച്ചത്. ശരിക്കും ഒരേ കാലഘട്ടത്തിലായിരുന്നെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ഒക്കെ നമുക്ക് വലിയൊരു സൗഹൃദ ബന്ധം നമുക്ക് ഉണ്ടാകുമായിരുന്നു. ഇപ്പൊ പല ആളിത് ആദ്യമായിട്ട് കുറച്ച് എന്റെ കൂടുതൽ MSc ഒരു കൊല്ലം പഠിച്ച നമ്മുടെ ലിസിയൊക്കെ ഉണ്ട്. പക്ഷെ അറിയില്ല ലിസിയ എന്താ ക്ലാസ് പോയിട്ടാണെന്ന് ഇന്നാളത്തെ ഗ്രൂപ്പ് കണ്ടപ്പോഴാണ് മനസ്സിലാകുന്നത്. നമ്മൾ പഠിച്ചപ്പോൾ പണ്ട് പഠിച്ചപ്പോഴും SLC ക്ലാസ് ഒരു ബാച്ചാണെന്ന് മനസ്സിലായിട്ട് ഞാൻ സ്വാഗത പ്രസംഗം നീട്ടുന്നില്ല. അങ്ങനെ ഒരു പെട്ടെന്നുള്ള തീരുമാനമാണ് ഒരു കമ്പൈൻഡ് മീറ്റിംഗ്. മഴക്കാലമായതുകൊണ്ട് നടക്കുമെന്നൊക്കെ പ്രയാസം ഉണ്ടായിരുന്നു. എങ്കിലും ആളുകളുടെ ഒരു ആവേശം, നമ്മുടെ ഇതുവരെ കാണാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട്, ഒരിക്കൽ കൂടെ കാണുമെന്ന് അവരൊക്കെ ആഗ്രഹം പഠിപ്പിച്ചു. അപ്പൊ അങ്ങനെ ഒരു ആവേശം കൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് തന്നെ ഇത് മഴയാണെങ്കിലും തിരക്കേടില്ല. വിളിച്ചവരൊക്കെ പറഞ്ഞു മഴയൊന്നും വിഷയമല്ല, ഞങ്ങൾ എത്തുന്നു. ഒരു 100ഓളം ആളുകളെ ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ട്. ചില ആളുടെ ആവേശം പോയി, കാരണം ഒരു പ്രാവശ്യം കാണുമ്പോൾ ആവേശത്തിലേക്ക് പോകും. അതുകൊണ്ടാണ്. എങ്കിലും പുതിയ ആളുകൾ കുറേ വന്നിട്ടുണ്ട്. എങ്കിലും ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു 15ഓളം പേര് ഇനി എത്തുമെന്നാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നത്. സമയക്കുള്ള ഔപചാരിക പരിപാടി വളരെ കുറച്ചേ ഉള്ളൂ. നമ്മൾ ഔപചാരിക പരിപാടി അല്ല ഉദ്ദേശിക്കുന്നത്, ചെറിയൊരു പരിപാടി മാത്രമേ ഉള്ളൂ. ആ പരിപാടി നടത്തുന്ന അനൗപചാരിക നമ്മൾ എല്ലാവരും പരസ്പരം പേരുകൾ പരിചയപ്പെടുകയൊക്കെ ചെയ്യുന്ന ചടങ്ങാണ് ഇതിന്റെ പ്രധാന ചടങ്ങ്. ഇതൊരു 15 മിനിറ്റോട് അവസാനിപ്പിക്കുന്നതാണ്. അപ്പൊ എൻ്റെ ഒരു കർത്തവ്യം ഇവിടെ സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. ഇതിന് അധ്യക്ഷത വഹിക്കുന്ന നമ്മുടെ മറ്റാരുമല്ല, ഇതിന്റെ ഒരു നെടുന്തൂണായിട്ടുള്ള ഔപചാരികളുടെ പേരിൽ മാത്രം ഞാൻ സ്വാഗതം പറയുകയാണ്. ഇവിടെ
നമുക്ക് അനുശോചനം അറിയിക്കുന്നുണ്ട്. അനുശോചന പ്രമേയം അവതരിപ്പിക്കുന്നത് PK ജയൻ. നമ്മുടെ അധ്യാപകർ വിദ്യാർത്ഥികൾക്ക് അനുശോചന പ്രമേയമുണ്ട്. നമ്മൾ മരിച്ചുപോയവർക്ക് ചെയ്തതെന്ന് ഞാൻ സ്വാഗതം പറയുന്നു. ഓർമ്മ പുതുക്കുന്നത് ഞാനിതിൻ്റെ പ്രധാന ഓർഡർ വായിക്കും. പ്രോട്ടോകോൾ അധികം നോക്കുന്നുണ്ട് കേട്ടോ, വെറുതെ വായിക്കുകയാണ്. നമ്മുടെ സെമി ഒഫീഷ്യലാണ്, അത്ര ഔപചാരിക അല്ലാത്തതുകൊണ്ട് ഞാൻ അതിൽ വായിച്ചു പോവാണ് കേട്ടോ. ഒറിജിനൽ ഔപചാരികതയല്ല പറയുന്നത്, ജസ്റ്റ് വായിക്കുന്നില്ല. അങ്ങനെ നമുക്ക് എത്ര മതി, നമുക്ക് അത്ര ആവശ്യമുള്ളൂ, നമ്മളൊക്കെ സഹപാഠികളല്ലേ. അതുപോലെ ഓർമ്മ പുതുക്കൽ G രവിയുടെ ഓർമ്മ പുതുക്കുന്നത് നമ്മുടെ കെ സീതൻ കാക്കേങ്ങാടാണ്. ബേബി തോമസ് കൊല്ലരിക്കലിൻ്റെ ഓർമ്മ പുതുക്കുന്നത് KV രാജേന്ദ്രൻ പേരാവൂരാണ്. അധ്യക്ഷ ഭാഷണം ഉദ്ഘാടനം നമ്മുടെ സഹപാഠി തന്നെയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ MLA ഒക്കെ വിളിച്ച് ഉദ്ഘാടനം നടത്തി, വലിയ പ്രോഗ്രാം നടത്തി അധ്യാപകരെ ആദരിച്ചു. നമ്മുടെ സഹപാഠി ശശീന്ദ്രൻ നമ്മൾ തിരഞ്ഞെടുക്കാൻ കാരണമുണ്ട്. ശശീന്ദ്രൻ കുറച്ച് പ്രയാസം അനുഭവിച്ച് ഒരുപാട് നല്ല ഒരു വർക്കറാണ് മൂപ്പർ. ആ വർക്കിന്റെ കാലഘട്ടത്തിൽ അസുഖം പിടിപെട്ട് അങ്ങനെ ശരിക്കും വലിയൊരു ഊർജത്തിന്റെ പ്രതീകമായിട്ടാണ് ശശിയെ നമ്മൾ ശരിക്കും കാണുന്നത്. നമ്മൾ ശശിയെ സന്ദർശിക്കുകയും ആ ഒരു കൂട്ടായ്മയിൽ ഒരുപാട് വലിയ ഊർജം കിട്ടിയ ആളാണ് നമ്മുടെ ശശി എന്ന് പറയുന്നത്. നമ്മുടെ പ്രിയ സഹപാഠിയെ കൊണ്ട് ഈ ഒരു പരിപാടി നമ്മൾ ഉദ്ഘാടനം ചെയ്യണം, നമ്മുടെ ആഗ്രഹമാണത്. അതിന്റെ ബേസിൽ നമ്മുടെ കോർ കമ്മിറ്റിയിൽ വെക്കുകയും നമ്മുടെ ജനറൽ ബോഡിയിൽ ആർക്കും പരാതിയില്ല, വിളക്ക് കൊടുത്ത് ശശിയെ ഉദ്ഘാടനം ചെയ്യിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. ഞാൻ ശശിയും ഔപചാരികയ്ക്ക് വേണ്ടി മാത്രം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നമ്മൾ അടുത്ത് നമ്മുടെ ആദരവ് കൊടുക്കുന്നുണ്ട്. അത് മറ്റാരുമല്ല, നമ്മുടെ സഹപാഠിയായിട്ടുള്ള VN വിശ്വനാഥൻ. വേദിയിലേക്ക് വിളിക്കുന്നില്ല, ആ സമയത്ത് വിളിക്കുന്നുള്ളൂ. VN വിശ്വനാഥൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കാലത്ത് പത്രത്താളുകളിൽ നമ്മുടെ പേര് നിറഞ്ഞിരുന്ന ആളാണ്. VN വിശ്വനാഥൻ അതായത് കേരളത്തിന്റെ ചെസ് ചാമ്പ്യൻ. എത്രയോ നാളുകളിൽ ഞാനൊക്കെ ആവേശത്തോടുകൂടെ പത്രത്തിന്റെ 1-ാം പേര്, നിങ്ങൾക്ക് എത്ര പേർ ഓർമ്മയുണ്ടെന്ന് അറിയില്ല, കേരളത്തിന് വേണ്ടി ചെസ് കളിച്ച ദീർഘകാലം ചാമ്പ്യനും. അത് ഒരുപാട് ഇപ്പോഴും ചെസ്സിന്റെ മേഖലകളിൽ കഴിഞ്ഞ ദിവസം അദ്ദേഹം എന്താ പറയാ വിദേശത്തൊക്കെ നമ്മുടെ കേരളത്തെ പ്രതികരിച്ച് പോയിട്ടുണ്ട്. കളി മാത്രമല്ല, അതിന്റെ മറ്റു തലത്തിലേക്കുള്ള നേതൃത്വത്തിലുള്ള ആളുകൾ കൂടിയാണ് ഞാൻ. അപ്പൊ നമ്മൾ കഴിഞ്ഞ തവണ വിശ്വാസം വന്നിട്ടില്ല. അപ്പോൾ ഈ തവണ വരുമ്പോൾ സഹപാഠികളെ നമ്മളൊന്ന് അനുമോദിക്കാറില്ല. ആദരവെന്ന് ഞാൻ പറയില്ല, നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളെ നമ്മൾ അനുമോദിക്കുന്നതെന്ന് മാത്രമേ അങ്ങനെ എടുത്താൽ മതി. വിശ്വാസനെ ഞാൻ ഈ വേദിയിലേക്ക് വിളിക്കും, സ്വാഗതം ചെയ്യുകയാണ്. വിശ്വാസനെ പരിചയപ്പെടുന്ന നമ്മുടെ ജോൺ K കൊച്ചുതാഴം, അദ്ദേഹത്തെ ഞാൻ ഇവിടേക്ക് വിളിക്കും. ആശംസകൾ ഞാൻ അധികം ആളുടെ പേര് നമ്മൾ അധ്യക്ഷൻ എഴുതിയിട്ടില്ല, ഒരാളുടെ പേര് മാത്രമേ ഉള്ളൂ. നമ്മുടെ വനിതാ പ്രതിനിധി ഒരു പേര് മാത്രമേ ഉള്ളൂ. നമ്മുടെ വനിതാ പ്രതിനിധിയായിട്ട് അന്നക്കുട്ടി വരവിലാണ്. മറ്റാളുകളുടെ പേരൊന്നും ബേബിയോടെ പറഞ്ഞേട്ടാ ഉത്തരവാദി. അതെ എനിക്കറിയില്ല, ബേബിയോട് പറഞ്ഞ എനിക്കറിയില്ല. അപ്പൊ ഇതിൽ മറ്റാളുടെ പേരുകളില്ല. കാരണം അറിയോ, ഇതെല്ലാവർക്കും തുല്യ അവകാശം. പ്രത്യേകിച്ച് ഇവിടെ അധ്യക്ഷൻ ഒരു പേര് മാത്രമേ അധ്യക്ഷനുള്ളൂ. ഇവിടെ എല്ലാവരും പരിചയപ്പെടും, എല്ലാവരും സംസാരിക്കും. അതുകൊണ്ട് ഒരാളുടെ പേര് വനിതാ പ്രാതിനിധ്യത്തിന് വേണ്ടി മാത്രം ഒരു പേര് എഴുതുന്ന മാത്രമേ ഉള്ളൂ. ഞാൻ എന്തായാലും ഔപചാരികയ്ക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. മറ്റു അതിന്റെ ചടങ്ങുകളൊക്കെ ഇവിടെ ഉണ്ട്, അധ്യക്ഷൻ പറയും. ഓരോരുത്തരെയും പരിചയപ്പെടുത്തുന്ന ചടങ്ങുകളുണ്ട്. ഇതിന്റെ പ്രോഗ്രാം കോർഡിനേറ്റർ ആയിട്ട് നമ്മുടെ വിൻസെന്റ് എന്ന KS മാത്യു. ഒറിജിനൽ പേര് KS മാത്യു ആണ്. ഇഷ്ടപ്പെട്ടവർ വിൻസെന്റ് എന്ന് വിളിക്കും. അതെയാണ് ഓക്കെ. അതുപോലെ നമ്മുടെ നന്ദി രേഖപ്പെടുന്ന TK ശരിയാണ്. നമ്മുടെ കൗണ്ടറിൽ നേരത്തെ കണ്ട 2 ആളുകളാണ്, രവിയും TK ശരിയാനും ഇതിന്റെ ആളുകളാണ്. അപ്പൊ ഞാനിവിടെ ആരെയും പ്രത്യേകിച്ച് പേരെടുത്ത് പറയില്ല. ഇതിൽ കോർ കമ്മിറ്റിക്ക് വേണ്ടി ഒരുപാട് ആളുകൾ ആൺകുട്ടികളുടെ ഭാഗത്തുനിന്ന് പെൺകുട്ടികളുടെ ക്ഷീണം പരിശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ അവരോടൊക്കെ നന്ദി പറയുന്നത്, കാരണം നമ്മൾ സഹപാഠികൾ നന്ദിന്റെ ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാവരെയും ചേർന്ന മുഴുവൻ ആളുകളെയും ഒറ്റ വാക്കിലെ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഈ ഒരു പരിപാടിയിലേക്ക് ഇതിന്റെ മറ്റൊരു വേദിയിലേക്ക് അധ്യക്ഷനെ ക്ഷണിക്കുക. ജയചന്ദ്രൻ ക്ഷണിക്കും. എല്ലാവരും ഒരു നിമിഷം എഴുന്നേൽക്കുക. പ്രിയപ്പെട്ട സഹപാഠികളെ, 1978 ബാച്ചിൽ നമ്മളൊന്നിച്ച് പഠിച്ചു വരും, നമുക്ക് അറിവ് തന്നവരുമായ കുറേ അധ്യാപകരും നമ്മുടെ സഹപാഠികളും നമ്മളെ വിട്ടുവരുന്നിട്ടുണ്ട്. അവരുടെ പേരിൽ ഈ ഓർമ്മ 1978 അനുശോചനം രേഖപ്പെടുത്തി. രവിയെയും ബേബി തോമസിന്റെയും, അപ്പൊ രവിയുടെ ഓർമ്മ പുതുക്കലിനായിട്ട് ശ്രീധരനെ ക്ഷണിക്കുന്നു. നമ്മുടെ പ്രിയ സുഹൃത്തായ രവീന്ദ്രൻ്റെ അകാല നിര്യാണം നമ്മളൊക്കെ വലിയ നഷ്ടമുണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് കൊണ്ട് സ്മരണ രേഖപ്പെടുത്തി.
സെൻറ്റ് ജോസഫ് ഹൈസ്കൂൾ 1978 SSLC അന്ന് സ്കൂളിലുണ്ടായിരുന്ന അതിൻ്റെ രണ്ടാമത്തെ മീറ്റിംഗാണ് ഗാദറിംഗാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ ഗാദറിംഗ് ആദ്യമായി നടത്തിയത് ഡിസംബർ 26-ന് അന്ന് നമ്മുടെ ഈ കോർ കമ്മിറ്റി ഈ ഓർമ്മ കോർ ഗ്രൂപ്പ് നല്ല ഭംഗിയായി നടത്തുന്നതിന് വേണ്ടിയിട്ട് പരിശ്രമിച്ച അതിലെ ഒരു പ്രധാന വ്യക്തിയായിരുന്നു നമ്മുടെ കൊല്ലത്തെ ബേബി തോമസ്. ബേബി തോമസിനെ പറ്റി ഇനി കൂടുതലായിട്ട് ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇവിടെ നമ്മുടെ സ്വാഗത പ്രാസംഗികൻ വളരെ ഭംഗിയായിട്ട് തന്നെ അതേക്കുറിച്ച് സംസാരിച്ചിരിക്കുകയാണ്. ഈ 2 വർഷത്തിനുള്ളിൽ നമ്മുടെ ബേബി തോമസ് നമ്മുടെ കോർ ഗ്രൂപ്പിലെയും നമ്മുടെ ഓർമ്മ ഗ്രൂപ്പിലെയും കൂട്ടുകാരുമായി ഇടപഴകിയ കാര്യങ്ങളെക്കുറിച്ച് വിശദമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ 1-2 മണിക്കൂറുകൾ കൊണ്ടൊന്നും പോരാ. വളരെയധികം സംസാരിക്കുക. നമ്മളായിട്ട് അത്രമാത്രം ഇടപഴകി നമ്മളെ ഒരു ചങ്കായി ജീവിച്ചിരുന്ന നമ്മളെ ബേബി തോമസ് 2 വർഷത്തിനുള്ളിൽ മാത്രമേ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. ഈ കഴിഞ്ഞ ഈ മാസം ഫെബ്രുവരി 27-ാം തീയതി അദ്ദേഹം കരൾ സംബന്ധമായ രോഗത്തെ തുടർന്ന് ഈ നമ്മളിൽ മുന്നോടൊക്കെ വിടവാങ്ങി. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ അശ്രുപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ 2 കാര്യങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ ആ മീറ്റിങ്ങിന് ആദ്യം നമ്മൾ പോകുന്ന സത്യത്തിൽ അദ്ദേഹം ഒരു കാര്യം നമ്മൾ വ്യക്തമായി സ്റ്റേജിൽ നിന്ന് അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞിരുന്നു. നമ്മൾ SSLCക്ക് പഠിച്ച കൂട്ടുകാരുടെ അതേ ചിന്താഗതി അതേ മനസ്സോട് കൂടിയായിരിക്കണം നമ്മൾ ഇനി ഭാവി 42 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടത്. അത് പല വഴിയിലും പല സ്റ്റേജിലേക്ക് മാറിയ വ്യക്തികളൊക്കെയുണ്ട്. ആരും ഒരു ഉച്ചനീചത്വത്തോടെയാണ്. നമ്മളെല്ലാം ഫ്രണ്ട്സുകളാണ്. അതേ രീതിയിൽ മാത്രമേ നമ്മൾ അവരെ കണക്കാക്കാവൂ. നമ്മൾ അതുമായിട്ട് അങ്ങനെ മുന്നോട്ട് പോകണം. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ രണ്ടാമത്തെ ഒരു പ്രധാന കാര്യമായിരുന്നു ഈ ഗ്രൂപ്പ് ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണം നമ്മളിൽ സാമ്പത്തികം പിന്നോക്കം നിൽക്കുന്ന അതുപോലെ തന്നെ പല രോഗങ്ങളും വന്ന് അതിനടിമയായിരിക്കുന്ന അവരൊക്കെ നമുക്ക് പറ്റുന്ന രീതിയിൽ അവർക്ക് സാമ്പത്തിക സഹായം ചെയ്തുകൊണ്ട് അവരെ സംരക്ഷിക്കണം എന്നുള്ള ഉദ്ദേശ ലക്ഷ്യമൊക്കെ ഇരുത്തി വ്യക്തമായിട്ട് അദ്ദേഹം ഇവിടെ അവതരിപ്പിച്ചതാണ്. ഞാനായിട്ട് വളരെ നല്ലൊരു വ്യക്തിത്വം അദ്ദേഹമായിട്ടുണ്ട്. കാരണം ബേബി തോമസ് പലപ്പോഴും എന്നെ വിളിച്ച് പല കാര്യങ്ങളും ഇതേ നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് ഒരു പ്രാവശ്യം എന്നോട് ചോദിച്ചു, ബേബി തോമസ് നിന്നെ നമ്മുടെ കുട്ടികൾ പലർക്കും അറിയാം. എന്നാ സത്യം പറയാന്ന് വെച്ചാൽ എനിക്ക് നിന്നെ യാതൊരു പരിചയമില്ല. നമ്മൾ പഠിക്കുന്ന സമയത്ത് അങ്ങനെ പരിചയമില്ല. നിനക്ക് എന്നെ അങ്ങനെ പരിചയമുണ്ടായിരുന്നു എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് നമ്മളെ ഈ അന്ന് പഠിച്ചിരുന്ന ഏറ്റവും വ്യത്യസ്തമായ രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ ഈ ബേബി തോമസ്. ഉദാഹരണം വെച്ചാൽ ഞാൻ അവരുടെ ചില പ്രവർത്തികൾ കണ്ടപ്പോൾ എനിക്ക് വലിയ അതിശയമുണ്ടായിരുന്നു. എല്ലാവരും ചെയ്യുന്നത് പോലെയുള്ള ഒരു പ്രത്യേകത. കാരണം നമ്മൾ ഉച്ചക്കൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്കുള്ള ഭക്ഷണം മാത്രമായിരുന്നു കൊണ്ടുവന്നിരുന്നത്. എന്നാൽ ബേബി തോമസ് 1-2 പേർക്ക് അന്ന് ഭക്ഷണം കഴിക്കാത്ത വളരെ ബുദ്ധിമുട്ടുള്ള 1-2 പേർക്കുള്ള ഭക്ഷണം അതൊക്കെ കരുതി വന്നിരുന്നു. അതൊക്കെ കാണുമ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തി ആണ് ബേബി തോമസ്. അതാണ് എനിക്ക് ബേബി തോമസിന്റെ ഓർമ്മ എന്ന് പറഞ്ഞപ്പോൾ നല്ല ബേബിയുടെ രാജീപൻ ഓർത്തിരുന്നു. അത് കൂടാതെ പിന്നെ ബേബി തോമസ് വലിയൊരു പ്രവർത്തനം അവിടെ കാഴ്ചവെച്ച ഒരു കാര്യമുണ്ടായി. എന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം പറയാൻ പാടില്ല എന്ന് വെച്ചാൽ നമ്മൾ അറിഞ്ഞ കാര്യം തന്നെയാണ്. നമ്മളന്ന് പഠിക്കുന്ന സമയത്ത് നമ്മുടെ അധ്യാപകർ റോക്കിയും പ്രധാനമന്ത്രി റോക്കിയും 2-3 മാഷുമായിട്ട് ഭയങ്കര തല്ലുകൂടിയ ഒരു അവസരം ഉണ്ടായിരുന്നു ഓഫീസിൽ വെച്ച്. അന്ന് ഞങ്ങളൊക്കെ ഓടിച്ചെന്ന് അവിടെ ചെന്നപ്പോൾ നാരായണ മാഷും മലയാളം ഇവർ പിടിച്ചു വെക്കുന്നുണ്ട്. അതിന് ഈ ബേബി തോമസിന് മുമ്പിൽ ചെന്ന് 2-3 വാക്ക് ഹെഡ് മാഷോട് പറഞ്ഞുകൊണ്ടാണ് പിടിച്ച് മാറ്റുന്നത്. അതൊന്നും ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാര്യമാണ്. അപ്പോൾ എന്നോട് ബേബി തോമസ് പറയാം, എടാ രാജേന്ദ്ര നിനക്ക് എന്നെ നല്ല വലിയ സമ്മതിച്ചു. അങ്ങനെയാണെങ്കിൽ നീ ആയിരുന്നു നമ്മൾ SSLCക്ക് പിന്നെ അവിടെ യൂത്ത് ഫെസ്റ്റിവലിൽ നടത്തിയിട്ടുണ്ടാവും. ആ യൂത്ത് ഫെസ്റ്റിവലിൽ നമ്മൾ മത്സ്യം പിടിക്കാൻ വേണ്ടി ആന്റണി മാഷും എല്ലാം കൂടി നമ്മൾ മത്സ്യം പിടിക്കാൻ പോയി. പിന്നെ നമ്മൾ 2-3 മിനിറ്റും അന്ന് രാത്രി
രാത്രി 10 മണിക്ക് മത്സരം വിളിക്കാൻ പറ്റുന്നു. അത് നീയായിരുന്നോ എന്ന് ചോദിച്ചു. അത് ഞാനായിരുന്നു. അപ്പോൾ എന്നാലും എനിക്ക് ഓർമ്മ കിട്ടായിട്ടാണ് നമ്മൾ വളരെ സന്തോഷത്തോടെ ജീവിച്ചത്. ടൈമായിട്ടേ ഓക്കെ. ഇതിനു വേണ്ടി എൻ്റെ ആത്മാവിന് വ്യത്യസ്തം എല്ലാവരും ആവും. അപ്പാപ്പന്മാരും അമ്മമാരുമായ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഞാൻ മാത്രമേ കഴിയാത്തുള്ളൂ. ഇത് രണ്ടുപേരും കാണുന്നവർക്ക് ഈ സമയം കിട്ടാത്തതുകൊണ്ടാണ്. എഴുതിപ്പിക്കുന്നില്ല. ഇപ്പം 11 മണി കഴിഞ്ഞു. 11 അരിയുടെ അടുത്ത് എല്ലാവരും എളിപിടി കൊണ്ടാണ് ഇരിക്കുന്നത്. എനിക്കറിയാം. ഭക്ഷണം കഴിക്കാതെ പോകാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ട്, ഉച്ചഭക്ഷണം കഴിച്ചപാടെ പോകാൻ താല്പര്യമുള്ളവരുണ്ട്. ഏതായാലും 78 തിരുമുറ്റ ഗ്രൂപ്പിൻ്റെയും ഓർമ്മ ഗ്രൂപ്പിൻ്റെയും ആഭിമുഖ്യത്തിൽ സംയുക്തമായിട്ട് ഇവിടെ പരിപാടി നടത്തുന്നതിനോട് അതീവ ശ്രദ്ധ ചെലുത്തിയ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ വിദ്യാർത്ഥി സുഹൃത്തുക്കളും അനുമോദനങ്ങൾ അർപ്പിക്കുകയാണ്. പിന്നെ സ്വാഗത പ്രസംഗം പറയാൻ വിട്ടൊരു കാര്യം, ഒരു നിലവിളെ കൂടെ കാണുന്നുണ്ട്. അത് നമ്മുടെ അമേരിക്കക്കാരൻ മുരളി കാക്കയങ്ങാട്ടിൽ കളന്നില്ല. അദ്ദേഹം ഈ 10ാം ക്ലാസ്സിൻ്റെ പരിപാടിക്ക് എവിടെയുണ്ടെങ്കിലും ഈ സാധനം കത്തിച്ച് വെച്ചിട്ട് ഗുസ്തി കളിക്കാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഉദ്ഘാടന ദിവസമാണ് ഇന്ന്. വേറെ എവിടെയും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല. മുരളിയെ ഓർക്കുന്നു. ഈ ഒരു പരിപാടി ഇവിടെ നടത്തുന്നത് എത്രയും ഗംഭീരമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കുറേ പേരെ ഞാനും വിളിച്ചു, അന്നക്കുട്ടി ഗ്രൂപ്പിൽ ഇട്ട് വിളിച്ചു. ഓർമ്മ ഗ്രൂപ്പിൽ ആൺപിള്ളേർ ഒരാളെ 10-12 ആളെ വെച്ച് വിളിച്ചു. എന്നിട്ട് വ്യക്തികൾ വന്നു. സന്തോഷമുണ്ട്. വരാൻ പറ്റാത്തവരെ കുറേ ആൾക്കാർ ഇന്നലെ വൈകിയും ഇന്ന് രാവിലെയും എത്തിച്ചേരില്ല എന്നറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഇങ്ങനെയൊരു പരിപാടി ഇനി വരുന്നവല്ലോ പറ്റിയേ വേണം. നമ്മൾ ഒരുപാട് നനച്ചു പോയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇത്രയും കുറവ് വന്നത്. കൊല്ലാകൊല്ലം കഴിഞ്ഞ കൊല്ലം ആമ്പിള്ളയുടെ ഗ്രൂപ്പിൽ ചോദിച്ചപ്പം ഒരു വിമോചന കാര്യം കൈവക്കിയില്ല. കൈവക്കാൻ നാണമുള്ളതുകൊണ്ടാണോ ഉടുപ്പില്ല കഷ്ടം കയറി കൊണ്ടാണോ? ഏതായാലും ഇത് ഭംഗിയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഇപ്പോൾ ഓർമ്മ 78ന്റെ എന്താ പറയുക, ഓർമ്മയ്ക്ക് വേണ്ടി തന്നിരിക്കുന്ന വിളക്ക് എന്ന് നമ്മൾ കണ്ടിക്കുകയാണ്. അവിടെയുള്ള ആരാലും ഏൽപ്പിക്കും. ആരാലും കത്തിക്കാനുള്ള ആളാണ്. രണ്ടുപേരും കൂടി അതെ. ശശി എത്ര പേർക്ക് അറിയാമെന്ന് പറഞ്ഞുകൂടാ. പുള്ളിക്കൊരു ക്യാൻസർ വന്നിട്ട് ഡോക്ടർ ഓപ്പറേറ്റ് ചെയ്തതാണ്. അപ്പോൾ ലോക്കൽ കോഡ് ഇട്ട് കളഞ്ഞുകൊണ്ട് സംസാരിക്കണമെങ്കിൽ തോർത്ത് ടവൽ വെച്ചിരിക്കുന്നതാണ്, അത് മറയ്ക്കാൻ വേണ്ടിയാണ്. അപ്പോൾ സംസാരിക്കണമെങ്കിൽ അടച്ചു പിടിച്ചിട്ട് സംസാരിക്കാൻ സാധിക്കുള്ളൂ. പ്ലീസ്. അടുപ്പിച്ച് കൊടുത്താൽ മതി. അടുപ്പിച്ച് കൊടുത്താൽ മതി. വേദിയിലിരിക്കുന്ന അധ്യക്ഷനൊക്കെയുള്ള സഹപാഠി സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻ്റെ വിനീതമായ വന്ദനം. എല്ലാവരും നല്ല ഒഴുക്കോട് കൂടി സംസാരിക്കുമ്പോൾ എനിക്ക് അത്തരത്തിൽ സംസാരിക്കാൻ എൻ്റെ വോക്കൽ കോഡിനെ ഘടന അനുവദിക്കുന്നില്ല. അസുഖം വന്ന് കുറേ ഭാഗം എഴുതി കളഞ്ഞതിൻ്റെ ബാക്കി ആണ് നിങ്ങളുടെ മുമ്പിൽ കാണുന്ന ഈ സസ്യം. നമ്മൾ 1977-78 SSLC ബാച്ചിൻ്റെ ഓർമ്മ 78ൻ്റെ 2ാം സംഗമം
ദിവസമാണ് ഇന്ന്. ഏറെ ഇടവേളകൾക്ക് ശേഷമാണെങ്കിലും ഇങ്ങനെ ഈ സംഗമം യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. ഒപ്പം നമ്മുടെ ഈ ഗ്രൂപ്പിൻ്റെ നെടും തൂണുകളിലൊന്നായിരുന്ന ബേബി തോമസിൻ്റെ അകാല നിര്യാണം നമ്മളെ ഏറെ ചുറ്റിപ്പിടിച്ചിട്ടുണ്ട്. അതുപോലെ കാക്കയങ്ങാടുള്ള ഒരു രവിയും ഒന്നാം സംഗമത്തിന് ശേഷം നമ്മളെ വിട്ടുപിരിഞ്ഞു. നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞ എല്ലാ സഹപാഠി സുഹൃത്തുക്കളെയും നമുക്ക് ദുഃഖത്തോടെ സ്മരിക്കാം. നമ്മുടെ ആദ്യ സംഗമത്തിന് ശേഷം ഈ ഗ്രൂപ്പിലെ കുറെ പേര് എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ ദയനീയാവസ്ഥ മനസ്സിലാക്കുകയും ഈ ബേബി തോമസ് അടക്കമുള്ള കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എല്ലാ മെമ്പർമാരെയും കൂട്ടി യോജിപ്പിച്ച് ആ കൂട്ടായ്മയിൽ എന്നെ സാമ്പത്തികമായും മാനസികമായും സഹായിക്കുകയുണ്ടായി. അന്ന് രോഗത്തിൻ്റെ ചികിത്സയെ തുടർന്ന് ഞാൻ കടത്തിൻ്റെ കടലിൽ ആണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനും എൻ്റെ കുടുംബവും ആ സമയത്താണ് ഈ ഗ്രൂപ്പിൻ്റെ സഹായം എനിക്ക് കിട്ടുന്നത്. ഒരു ഏതൊരാളെ സംബന്ധിച്ചും അതൊരു പുനർജീവൻ ജീവിതത്തിലേക്കുള്ള കാൽവെപ്പ് പോലെ തോന്നുകയാണ്. ഈ അവസരം ഇതിൽ എന്നെ സഹായിച്ച എല്ലാവർക്കും നന്ദി പറയുവാനും കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ നമ്മുടെ ഈ സമൂഹത്തിലെ ചുറ്റുപാടിൽ നമ്മുടെ സഹപാഠികളിൽ ജീവിതത്തിൻ്റെ പല ദുരിതഘട്ടങ്ങളും കടന്നു പോകുന്ന കുറേ അധികം വ്യക്തികളുണ്ട്. അവരെ അതിൽ നിന്ന് കൈപിടിച്ച് ഉയർത്താൻ അവർക്ക് ഒരു പുനർ ജീവിതം നന്നായി കൊടുക്കുവാനും ആയ നമ്മുടെ ഈ ഗ്രൂപ്പിന് ആയ ഓർമ്മ 78 ഒരു ഫലവൃക്ഷമായി പടർന്നു പന്തലിച്ച് വളരട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. നമുക്ക് ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത് മറന്നുപോയ സുഹൃത്തുക്കളെ ഓർക്കാനും കാണാനും അവരുമായി വീണ്ടും ഒരു പരിചയം കൊടുക്കാനും ബന്ധം പുതുക്കലും ആ കടമ മാത്രം പോരാ, നമ്മൾ പുതിയ ബന്ധങ്ങൾ കൊടുക്കുകയും അത് തുടർന്ന് കൊണ്ടുപോകാൻ നമ്മൾ നമ്മുടെ ഭാഗത്തു നിന്ന് ശ്രമിക്കുകയും ഓരോ വ്യക്തിയും വേണമെന്ന് അപേക്ഷിക്കുന്നു. നമ്മൾക്ക് ജീവിതത്തിൽ അത്രയൊക്കെ ബാക്കിയുണ്ടാവും. ഇപ്പം നിൽക്കുന്ന ഈ ഞാൻ എന്താണ് പറയേണ്ടത്? ഞാൻ ഭാഗത്തിൽ ഞാൻ കിടക്കുമ്പോൾ എനിക്ക് കൂടുതൽ സങ്കടം കരച്ചിലും വരും. ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. സംസാരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനയും സഹായം കൊണ്ട് ഞാൻ ഇത്രയൊക്കെയായി. ഇനിയും എൻ്റെ ആത്മബലത്താൽ നിങ്ങൾ പറയുന്ന ഓരോ നിങ്ങൾ തരുന്ന ഓരോ സ്നേഹവും അതെൻ്റെ സമ്പത്തിൻ്റെ പേരിലേക്ക് ഞാൻ എഴുതിയിടും. ആ സമ്പത്ത് എനിക്ക് കിട്ടുന്ന ഒരു ആത്മബലമാണ്. ഞാൻ ഓപ്പറേഷന് 2009 എൻ്റെ വോക്കൽ കോഡിന് ഓപ്പറേഷൻ ചെയ്യുന്നത്. ചെറിയ കുട്ടികളായിരുന്നു. അന്ന് ഞാൻ മാത്രം അധ്വാനിച്ചിട്ടാണ് എൻ്റെ കുടുംബം കഴിഞ്ഞു പോകുന്നത്. അത് അറിയുന്ന സുഹൃത്തുക്കൾ ഇതിൽ ധാരാളമുണ്ട്. എല്ലാവരും ഇവിടെ എല്ലാവർക്കും ഉണ്ട്. നമുക്ക് ഇന്നത്തെ നമ്മുടെ ലക്ഷ്യം പഴയ അന്ന് കണ്ടിരിക്കുന്ന ഇന്ന് മാത്രം കണ്ടുമുട്ടുന്ന എന്ന് പറയാം. അത്രയും ദീർഘകാലത്തിന് ശേഷം കണ്ടുമുട്ടുന്ന ചിലരൊക്കെ ഉണ്ടായേക്കാം. ഈ കൂടെ തന്നെ ഉണ്ടായേക്കാം. നമുക്ക് ഇന്നും കാണുന്നവരും ഉണ്ടായേക്കാം. ആ ഓർമ്മകളിലും ആ ഓർമ്മ പുതുക്കലുകളിലും നമ്മൾ തുടർന്നു കൊണ്ടുപോകാൻ ആഗ്രഹിക്കും. ഇനി നമുക്ക് ആ തുടർന്നു കൊണ്ടുപോകാനിലേക്ക് തിരിച്ചു പോകണ്ടേ? 1978 നമുക്കിത് പോകണ്ടേ? ആ കുട്ടികളായാലും അന്നത്തെ അവസ്ഥയിലേക്ക് തിരിച്ചു പോകാൻ നമ്മുടെ മനസ്സെല്ലാം പക്വതപ്പെടണം. ഇപ്പോൾ തന്നെ അതിന്
വേണ്ടിയാണ് ഈ കൂട്ടായ്മ നമ്മൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് 1978 ആ സ്നേഹത്തിൻ്റെ ഊഷ്മളതയിലേക്ക് ആഴ്ന്നിറങ്ങുവാൻ നമുക്ക് സാധിക്കണം. അതിനായി നമുക്ക് ഒന്നായി 78ലേക്ക് പോകാം. വളരെ കാലം പിന്നിലേക്ക് ആ 78ന്റെ ഓർമ്മകളിലേക്ക് നമുക്ക് ഉല്ലാസപൂർവ്വം യാത്രയാകാം. ഞാൻ ഇവിടെ ഇത്രയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഇനി നിങ്ങളുടെ എല്ലാം സമ്മതത്തോടെ വളരെ സ്നേഹത്തോടെയും വിനയത്തോടെയും ഓർമ്മ 1978 സംഘവും ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. കടന്നുപോയ അവസരങ്ങളാണ്, ഇനിയും അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. ഇപ്പൊ ശശിയാകുമ്പോൾ ഞങ്ങളൊന്ന് പരിചയപ്പെട്ട കാര്യങ്ങളൊക്കെ അറിഞ്ഞു, അവനെ സാമ്പത്തികമായിട്ട് സഹായിച്ച കാര്യം പറഞ്ഞു. അപ്പൊ നമ്മുടെ കൂട്ടായ്മകൾക്ക് അവസരങ്ങൾ ഉണ്ടായിരിക്കണം, അതിനെല്ലാവരുടെയും സഹകരണം ആവശ്യമാണ്. പറ്റുന്നവരൊക്കെ കൈപിടിച്ച് വരുത്താനുള്ള സഹായം തരണം, അല്ലെങ്കിൽ ചെയ്യണം. അങ്ങനെയായിരുന്നു. കൂടാതെ പല വേദിയിലും ആദരിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. അപ്പൊ നമ്മൾക്ക് വിശ്വനാഥൻ അവലോകൻ ചാണപ്പാറയിലെ വീട്ടിൽ നിന്നും മടത്തറ സ്കൂളിലും തുടർന്ന് സെന്റ് ജോസഫ് ഹൈസ്കൂളിലും പഠിച്ച ഇദ്ദേഹം ചെറുപ്പം മുതലേ ചാണപ്പാറ ചായക്കടയിൽ നിന്ന് ചെസ് കളി ആരംഭിച്ചു. ചെസ് അസോസിയേഷൻ സ്റ്റേറ്റ് സെക്രട്ടറി, 1988-90 സീനിയർ ചാമ്പ്യൻ, 1979 നാഷണൽ ജൂനിയർ കേരളത്തെ പ്രതിനിധീകരിച്ചു. 1984-94 കേരള ചെസ് ടീമിൽ 2002-2018 ദേശീയ തലത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ചു. 1986 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ക്യാപ്റ്റൻ, പോലീസ് സേനയിൽ ചാമ്പ്യൻ, ബാംഗ്ലൂർ ഗ്രാൻഡ് മാസ്റ്റർ ടൂർണമെന്റ് ചാമ്പ്യൻ, ഈ വർഷം തിരുവനന്തപുരത്ത് ചെസ് ചാമ്പ്യൻ, ചെസ് ഒളിമ്പിയാഡ് ലക്ഷദ്വീപിലേക്ക് ദീപശിഖ കൊണ്ടുപോയി. താങ്ക് യു. ഒരു പൊന്നാടി അണിയിച്ച് ആദരിക്കാൻ വേദിയിലേക്ക് പോലെ പോലെ വിഷനെ പിടിച്ചോ? കിട്ടുന്നില്ലേ? അപ്പൊ എല്ലാ ഗാംഭീര്യത്തോടും കൂടി രണ്ടു വാക്ക് ഞങ്ങളോട് പറയാൻ വിശ്വനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. പിന്നെ ഒന്നാം ഒത്തിയേരിൽ കാണാൻ പറ്റാത്ത കുറെ പേരെ രണ്ടാം ഒത്തിയേരിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഗേൾസ് സെക്ഷനിൽ ഒന്നും ആരും പരിചയമില്ലല്ലോ. അപ്പൊ അവരെയും ഒന്നുകൂടി അപാവാടക്കാരികളെയൊക്കെ കാണാൻ പറ്റിയതിൽ അതിയായ സന്തോഷമുണ്ട്. പിന്നെ പോലീസ് ലൈഫിൽ എനിക്ക് കുറെ പേരെ പല സന്ദർഭങ്ങളിലും പരിചയപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ ഒരു കാര്യം എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ ബേബി തോമസ് തന്നെയാണ്. ഞാൻ ശ്രീകണ്ഠാപുരം SI ആയിട്ട് 98 വർക്ക് ചെയ്യുമ്പോൾ ബേബി തോമസിന്റെ വണ്ടി ചെക്ക് ചെയ്തിരുന്നു. അപ്പോഴാണ് അവന്റെ മുഖം എനിക്ക് നല്ല ഓർമ്മയുണ്ടല്ലോ. അങ്ങനെയാണ് ബേബി തോമസിനെ അവിടെ വെച്ച് കാണാൻ പറ്റിയത്. പിന്നെ SCS കോളേജിൽ അടിക്കെല്ലാം പോയപ്പോഴാണ് ബേബി തോമസും പിന്നെ മറ്റൊരു ക്ലാസ്മേറ്റ് ഷീല തോമസ്, അവർ രണ്ടുപേരും തമ്മിലും അടിയാണ്. അപ്പോൾ ആ അടിക്കെല്ലാം അവരെല്ലാം പരിചയപ്പെടാൻ പറ്റി. പിന്നെ മണിയന്ത്രയൊക്കെ പല സന്ദർഭങ്ങളിലും, പിന്നെ നമ്മളെ ജോയിനൊക്കെ പരിചയം നേരത്തെ പല സന്ദർഭങ്ങളിലും പറ്റിയിട്ടുണ്ട്. എന്തായാലും പോലീസിൽ പല സന്ദർഭങ്ങളിലും ആയിട്ടാണ് കൂടുതൽ പേരെ എനിക്ക് പരിചയപ്പെടാൻ സാധിച്ചിട്ടുള്ളത്. പിന്നെ കുറെ നാട്ടുകാരായിട്ടും സോങ്ങനൊക്കെ പിന്നെ എപ്പോഴും മണത്തറേൻ്റെ ഞാൻ വണ്ടി എടുത്തിട്ട് വീട്ടിൽ നിന്ന് SI ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഒക്കെ വരുമ്പോൾ ഒക്കെ എല്ലാവരെല്ലാം കാണാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ചെറിയാനെ പരിചയപ്പെട്ടത് നല്ലൊരു കഥയാണ്. അത് 1 മിനിറ്റ് പറയാൻ. ചെറിയാന കുറ്റമായിട്ട് തോന്നരുത്. പിന്നെ കൊളക്കാട് ബാങ്ക് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാനിങ്ങനെ പോകുമ്പോൾ ചെറിയൊരു ഇതൊക്കെ വെച്ച് ഒരു കല്ലൊക്കെ പിടിച്ചാണ് നിൽക്കുന്നത്. അപ്പൊ എനിക്ക് ചെറിയാനും ഓർമ്മ അന്നാണ്. പിന്നെ 10ാം ക്ലാസ് കഴിഞ്ഞ പിന്നെ കണ്ടത് ചെറിയാനും. പക്ഷെ എന്നെ അന്ന് പരിചയപ്പെടാൻ എന്നെ ഓർമ്മയില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ പിന്നെ പെട്ടെന്ന് പരിചയപ്പെട്ടു. പിന്നെ എന്നെ എറിഞ്ഞൊന്നുമില്ല. അപ്പൊ എറിയാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുന്ന സന്ദർഭത്തിലാണ് ചെറിയാനെയൊക്കെ പരിചയപ്പെട്ടത്. എന്തായാലും പലരെയും പല സന്ദർഭങ്ങളിലും പരിചയപ്പെടാൻ പറ്റി. ഏതായാലും ഇങ്ങനെ ഒരു
അനുമോദനം കൂടി തന്നതിൽ എല്ലാവർക്കും എൻ്റെ അതിയായ സന്തോഷം ഞാൻ രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. ഇനിയിപ്പോൾ തിരുവല്ല നമ്മൾ വേറെ പേരുണ്ട് ഒരു കാരണം അന്നക്കുട്ടിയെ ആശംസ അറിയിക്കാനായിട്ട് ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്നതും താഴെയിരിക്കുന്നതുമായ സഹപാഠികളെ എല്ലാവരെയും കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. അത് സന്തോഷം ഞാനൊന്ന് എക്സിക്യൂട്ടീവിൽ പങ്കുവെച്ച് കഴിഞ്ഞപ്പോൾ രാജേന്ദ്രൻ എന്നെ ഒന്ന് പറഞ്ഞു, അതിനെപ്പറ്റിയുള്ള സന്തോഷം കണ്ടോ, അതിനെപ്പറ്റി തുള്ളിച്ചാടുമെന്ന്. സന്തോഷമായി കേട്ടോ. പിന്നെ ഞങ്ങള് ഓർമ്മയെ കുറിച്ച് കുറെ പറഞ്ഞു, ഇന്നത്തെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. ഇന്നലെ ബേബി എന്നോട് ചോദിച്ചു ക്യാപ്ഷൻ എന്താ നിങ്ങൾക്ക്. ക്യാപ്ഷൻ എന്താലോചിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ ഓർമ്മയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾ തിരുമുറ്റമാണ്. തിരുമുറ്റത്തെത്തുവാൻ മോഹം എന്ന് പറഞ്ഞ ആ ഒരു തിരുമുറ്റ ഓർത്താണ് ഞാൻ അതിനൊരു പേരിട്ടത്. എല്ലാവരോടും സജഷൻ ചോദിച്ചു, കുഴപ്പമില്ലെന്ന് പറഞ്ഞു, നല്ലതാണ്. പിന്നെ അത് ചെയ്തത് ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾക്ക് പിന്നെ ആദ്യമേ ഈ 78 തുടങ്ങുന്ന സമയം പിന്നെ ജെസിയമ്മ ആണ് എന്നെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നത്. അങ്ങോട്ട് ഇങ്ങനെയുണ്ട് കാര്യങ്ങൾ എന്ന്. ജെസിയമ്മയ്ക്ക് ഞാൻ ഇപ്പോഴവിടെ ഓർക്കാണ്, അവൾക്ക് ഞാനൊരു നന്ദി പറയുന്നു. പക്ഷെ അതിനുശേഷം അവൾ പറഞ്ഞു എനിക്ക് സമയമില്ല, ഞാൻ അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, നിങ്ങൾക്ക് കിട്ടുന്നവരെയൊക്കെ തരാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. നീ അഡ്മിൻ ആണ് കേട്ടോ എന്ന് പറഞ്ഞു. ആ അഡ്മിൻ സ്ഥാനം എനിക്ക് തന്ന ആണ് പിന്നെ ഡിസംബർ കുര്യൻ അഡ്മിനായി. ഇപ്പം ഞങ്ങൾ രണ്ടുപേരും മാത്രമാണ് ആയിട്ടുള്ളത്. ബാക്കി ഞാൻ പറ്റുന്നിടത്തോളം ആൾക്കാരെ ഞാൻ പിടിച്ചു, മറ്റുള്ളവരെ കേൾപ്പിച്ചു. നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ 2-3 പേര് പറഞ്ഞു കഴിയുമ്പം അടുത്ത 2-3 പേരെ കിട്ടും. അവര് പറഞ്ഞു വേറെ ഒരു 3 പേരെ കിട്ടും. അങ്ങനെ എന്തായാലും പെട്ടെന്ന് പോകണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ കഴിഞ്ഞ മെയ് 6 കഴിഞ്ഞ വർഷം മെയ് 6 ഞങ്ങൾ ഇവിടെ വെച്ച് തന്നെ ഈ സ്റ്റേജിൽ വെച്ച് തന്നെ ഞങ്ങൾ കൂടി. വലിയൊരു സന്തോഷം ഞങ്ങൾ അറിയിക്കണം. പക്ഷെ അന്ന് വന്നവരില് 9 പേരോ 10 പേരോ മറ്റോ ഒന്നും ഇന്ന് വന്നിട്ടുള്ളത്. ബാക്കി പുതിയ ആൾക്കാരാണ്. ഞങ്ങൾ അന്ന് കൂടുമ്പോൾ 35 പേരുണ്ടായിരുന്നു. 35 പേരിൽ ഞങ്ങൾ എല്ലാവരും കൂടി നിന്നൊരു ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ട്. ആ ഫോട്ടോയിൽ ഞാൻ കൂട്ടി ഇട്ടിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഡെയിലിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇട്ട് തരാം കേട്ടോ, നിങ്ങളെല്ലാവരും കാണുക. ഞാൻ പിന്നെ സെന്റ് ജോസഫ് ഹൈസ്കൂളിന്റെ നമ്പർ ഇട്ട ഫോട്ടോയും നമ്പർ ഇടാത്ത ഫോട്ടോയും ഞാൻ ബേബിയായിട്ട് എനിക്ക് കോൺടാക്ട് ഉണ്ടായിരുന്നത്. ഞാൻ എക്സിക്യൂട്ടീവിലേക്ക് അന്നേരം നടന്നില്ല. ഞാൻ ബേബിക്ക് ഉള്ള ഫോട്ടോസ് ഇങ്ങനെ അയച്ചു കൊടുത്തോണ്ടിരുന്നു. അതുപോലെ ഞങ്ങൾ 57 പേരോ മറ്റോ അന്ന് ഉണ്ടായിരുന്നു. ആ 57 പേരുടെയും നമ്പറും ഞാൻ ബേബിക്ക് അയച്ചു കൊടുത്തു. ബേബി അതെല്ലാവരും നിങ്ങളെ അറിയിച്ചിട്ടുണ്ടാവും. ബേബി എല്ലാവരെയും വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞേ. അങ്ങനെ വിളിച്ചിട്ട് ഞങ്ങൾ ഇത്രയും പേരെ വന്നു എന്നുള്ളത് എനിക്ക് ചെറിയ സങ്കടമുണ്ട്. അങ്ങനെ എല്ലാവരും എത്തിയില്ല. ഞാൻ ഇതിൽ കൂടുതൽ ആളെ പ്രതീക്ഷിച്ചിരുന്നു. പിന്നെ ഇതിനു മുമ്പ് ഞാൻ ക്രൈസ്റ്റ് കോളേജ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് തുടങ്ങിയായിരുന്നു. അത് തുടങ്ങി അതിന്റെ ആ ഒരു ബലത്തിലാണ് ഞാൻ ഈ ഇതിലേക്ക് കയറിയത്. അന്നത്തെ 35 കുട്ടികളാണ് ഞങ്ങളുടെ പ്രീ ഡിഗ്രിക്ക് ഉണ്ടായിരുന്നത്. അതിൽ കുറെ പേര് വന്നു. ഏകദേശം എത്ര പേരുണ്ടെന്ന് ഞാൻ ഓർക്കുന്നില്ല. അത് ആ സമയം ഞാൻ 3 വർഷം മുമ്പ് മെയ് മാസത്തില് മെയ് 28 ഹസ്ബൻഡ് മരിച്ചു. അപ്പൊ ആ മരിച്ചു കഴിഞ്ഞ സമയം പിന്നെ ഞാനൊരു അല്പം ഡൗൺ ആയി. ആ ഒരു സമയത്ത് എല്ലാവരും പറയും അങ്ങനെ ആകരുത് എന്നുള്ള ഒരു ഉദ്ദേശം എല്ലാവരും പറയില്ല. അവിടെ വരുന്ന അഡ്വൈസ് വഴി ഞാനൊരു എപ്പോഴാണ് ഫോണൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയ സമയമാണ്. അത് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ഇപ്പൊ പറഞ്ഞതുപോലെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ആഗ്രഹവും കണ്ടപ്പം അതിങ്ങനെ ചെയ്തു പോവുകയാണ്. നെക്സ്റ്റ് എന്നുള്ളത് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കൊരു ഗ്രൂപ്പൊക്കെ തുടങ്ങിയാലെന്താന്ന് വിചാരിച്ചു. അങ്ങനെയാണ് പ്രീ ഡിഗ്രിയുടെ ഗ്രൂപ്പിനെ എടുക്കുന്നത്. അതില് ഞാൻ അഡ്മിനായി. ഞാൻ എല്ലാവരെയും കൂട്ടി ഏകദേശം അപ്പോഴത്തേനും ബോയ്സ് ഒക്കെ ബേരാവുകാരാണ് എല്ലാവരും. നമ്മുടെ പ്രദേശത്തുള്ളവർ തന്നെയാണ്. പെൺകുട്ടികൾ മാത്രമേ കെട്ടിച്ചു വിട്ട് ദൂരേക്ക് പോയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അവരെ എല്ലാവരെയും കൂടെ കൂട്ടി ആ ഗ്രൂപ്പ് ഞങ്ങൾ ആദ്യം കൂടി. അതിനുശേഷമാണ് SLC ഗ്രൂപ്പ് ഉണ്ടായിരുന്നത്. അതായത് 2 ഗ്രൂപ്പിൽ പെട്ടവര് എൻ്റെ കൂടെ ഉള്ളവരുണ്ട്, കുറെ പേരെ അറിയുന്നവരുണ്ട്. പിന്നെ എന്നെ അറിയാത്തവരാരെങ്കിലും കൂടെ ഉണ്ടോ? ആരും ഉണ്ടാവുന്നില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ചിഹ്നം സൈക്കിളാണ്. ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഞങ്ങളുടെ ഡ്രില്ലിന്റെ വീട് വാടകയ്ക്ക് സൈക്കിൾ എടുത്തിട്ട് ഞാൻ ഗ്രൗണ്ടിൽ കറങ്ങുമായിരുന്നു. അവർ ഹെഡ് മാസ്റ്ററോട് അനുവാദം ചോദിച്ചായിരുന്നു. സാർ പറഞ്ഞു കുഴപ്പമില്ല
എന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു പരിചയപ്പെടലും കൂടി ഇതിന്റെ കൂടെ പോവുകയാണ്. ഇനിയിപ്പോ എന്നെ പരിചയപ്പെടുത്താൻ പ്രത്യേകിച്ച് വിളിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അങ്ങനെ ആ ഒരു സമയം ഞാൻ കുറെ ആക്റ്റീവായി എല്ലാ കാര്യങ്ങളിലും നിൽക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ ഇപ്പൊ ഈ ഒരു ലെവലിൽ ഇവിടെ നിൽക്കുന്നത്. എല്ലാവരും കണ്ടതിലുണ്ട്, ഒത്തിരി സന്തോഷമുണ്ട്. ഓക്കെ, നന്ദി. എല്ലാവർക്കും നമസ്കാരം. ഈ ഓർമ്മ ഗ്രൂപ്പ് തുടങ്ങിയ ശേഷത്തെ രണ്ടാമത്തെ സംഗമമാണ്. എല്ലാവരെയും വീണ്ടും കാണാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. അന്നേരം ഈ ഓർമ്മ ഗ്രൂപ്പ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രവർത്തിച്ച കുറെ വ്യക്തികളുടെ കാര്യം പറഞ്ഞു. ബേബി തോമസ്, അങ്ങനെ മണികണ്ഠൻ, അങ്ങനെ കുറെ ആൾക്കാർ. അവരുടെ അക്ഷീണം പ്രയത്നമാണ് ഇങ്ങനെ ഒരു രൂപീകരിക്കാൻ കാരണം. അത് ശരിക്കും ഒരു നല്ല കാര്യമായിരുന്നു. പല സ്ഥലങ്ങളില് ചിതറിക്കിടന്നുകൊണ്ടിരുന്ന നമ്മുടെ 1972 ബാച്ചില് എല്ലാവരെയും പ്രത്യേകമായിട്ട് പേരെടുത്ത് 10 പേരെ വിളിച്ചുകൂട്ടി സംഘടിപ്പിച്ച ഒരു സംഭവമായിരുന്നു. അത് മഹാവിജയമായിരുന്നു. അതിന് പിന്നിൽ പ്രവർത്തിച്ച നമ്മുടെ ബേബി തോമസിനെ ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. ആ ബേബി തോമസിന്റെ മുമ്പില്, ഓർമ്മയ്ക്ക് മുമ്പിൽ ഞാൻ നമിക്കുകയാണ്. കാരണം ബേബി തോമസിനെ ഇപ്പോഴും ഓർക്കുമ്പോൾ ചെറിയൊരു വിഷമം എല്ലാവരുടെയും മനസ്സിൽ തോന്നുകയാണ്. ഈ 2024 ഫെബ്രുവരി 27 കണ്ണൂർ മിംസിൽ വെച്ചിട്ട് പുള്ളിക്കാരൻ്റെ അവസാന നിമിഷമായിരുന്നു. അത് ഞങ്ങൾ തലേ ദിവസം ഒരു എക്സിക്യൂട്ടീവ് കൂടിയ സമയത്തായിരുന്നു പുള്ളിക്കാരൻ അഡ്മിറ്റ് ചെയ്തത്. അതിപ്പോഴും ഒരു ഓർമ്മയായിട്ടിരിക്കുകയാണ്. ഒരു ദുഃഖമായിട്ട് ഇപ്പോഴും തടം കെട്ടി കിടക്കുകയാണ്. എങ്കിലും അതെല്ലാം മറക്കാൻ സമയമായിട്ടില്ല. എങ്കിലും വീണ്ടും നമ്മളെല്ലാവരും കൂടെ ഒത്തുകൂടി റോക്കി സാർ എന്ന പ്രധാന അധ്യാപകന്റെ ആയിരിക്കാം, മാനേജ്മെന്റിന്റെ ആയിരിക്കാം, അന്നത്തെ ആ ചിന്താഗതി കൊണ്ട് വലിയ കാലഘട്ടത്തിൽ പഠിച്ച നമ്മളെല്ലാവരും ഒരു വിധിക്ക് അപ്രഭിപ്രായമായിട്ട് പഠിക്കുകയും അവസാനത്തെ ഒരു ഫോട്ടോ സെഷനിൽ പോലും ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഫോട്ടോ എടുക്കാനുള്ള സെൻവൻസ് അന്നത്തെ റോക്കി സാർ കാണിച്ചില്ല. അതുകൊണ്ടാണ് നമ്മൾ വേറെ ഫോട്ടോ എടുക്കുകയും അവസാനം നമ്മളെല്ലാം ഇപ്പം ഒന്നിക്കുകയും ചെയ്തത്. കാരണം അതൊരു നല്ല കാര്യമായിരുന്നിരുന്നു. ഒരുമിച്ചായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒന്നും സംഭവിക്കത്തൊന്നുമില്ലായിരുന്നു. സാർമാർ വിചാരിക്കുന്ന പോലെ റോക്കി സാർ വിചാരിച്ചാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലായിരുന്നു. പക്ഷെ കുറച്ചുകൂടെ ഊഷ്മളമായുള്ള ഒരു കൂട്ടായ്മ ഉണ്ടാകുമായിരുന്നു. എങ്കിലും അതെല്ലാം മാറി, കാലം മാറി. 46 വർഷത്തിന് ശേഷം നമ്മൾ വീണ്ടും കണ്ടുമുട്ടി. ഇനിയും സൗഹൃദങ്ങള് തുടരണം. നമ്മുടെ ശൈശവം കഴിഞ്ഞു, ബാല്യം കഴിഞ്ഞു, കൗമാരം കഴിഞ്ഞു, യൗവനം കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റേജ് വാർദ്ധക്യമാണ്. അതിലേക്ക് എല്ലാവരും കടന്നു. അതായത് ഇംഗ്ലീഷ് പറയുമ്പോ സീനിയർ സിറ്റിസൺ, സൂപ്പർ സീനിയർ സിറ്റിസൺ ഒക്കെ പറയും. പക്ഷേ മലയാളത്തിൽ പറയുമ്പോൾ വാർദ്ധക്യമാണ്. നമ്മളെല്ലാവരും ഷഷ്ടി കഴിഞ്ഞവരാണ്. കഴിയാത്തവരാരും ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു. എന്നാൽ ഇനിയുള്ള കാലഘട്ടങ്ങളില്, ഇനിയുള്ള സമയങ്ങളില് ഇതുപോലെയുള്ള സംഗമങ്ങൾ നടക്കട്ടെ, നമ്മുടെ ബന്ധങ്ങൾ പുതുക്കട്ടെ. നമുക്ക് ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ ഇനിയുള്ള ജീവിതം നല്ല രീതിയിൽ കുറച്ചും കൂടെ എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ടു പോകാം. അന്ന് അങ്ങനെ മണികണ്ഠൊക്കെ പറയുന്ന പോലെ ബുദ്ധിമുട്ടുള്ളവരെയും ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരെയും അല്പമൊക്കെ സ്വല്പം സഹായിച്ചുകൊണ്ട് പറ്റുന്ന രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാം. പിന്നെ പലതര ഈ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ആരോഗ്യത്തിന്റെ കാര്യത്തിലാണെങ്കിലും പലവിധ രോഗങ്ങളൊക്കെ പിടിക്കുന്ന സമയമാണ്. എല്ലാവരും ആരോഗ്യത്തിന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അതും ഒരു പ്രധാന കാര്യമാണ് ഇനിയുള്ള ജീവിതം. അന്നേരം ഇനിയുള്ള കാലങ്ങളിൽ നന്നായിട്ട് പോരട്ടെ, നന്നായിട്ട് ആരോഗ്യത്തോടെ ജീവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരാള് ഒരു വോയിസ് മെസ്സേജ് ഇട്ടു, എല്ലാവരും വരണം, കാരണം ഇനി അധികം കാലമൊന്നും ഇല്ല എന്നൊരു പറച്ചിലുണ്ടായി. അതൊരു പ്രകൃതിയുടെ നിയമമാണ്. നമ്മൾ ഇന്നായാലും നാളെ ആയാലും മരിക്കാൻ പോവുകയാണ്. എന്ന് വെച്ചിട്ട് എല്ലാവരും ഒറ്റ ദിവസം മരിക്കാൻ പോകത്തുമില്ല. ചിലർ 100 വർഷം ജീവിക്കും, ചിലർ 50. അത് വേറെ എനിക്ക് ഓർമ്മ വരുന്നത് ഇത് നമ്മള് ഈ എലിവേറ്റർ കയറുന്ന പോലെയാണ്. റെയിൽവേ സ്റ്റേഷനിൽ അല്ലെങ്കിൽ വാഹനങ്ങൾ കയറുന്നത് പല 20 സ്റ്റെപ്പുള്ള സ്റ്റെപ്പ്. അതിനകത്ത് ഓരോരുത്തരും ഓരോ സ്റ്റേജിൽ നിൽക്കുകയാണ്. മുകളിലോട്ട് പോകുന്നു, കുറെ പേര് 100 അവസാനിക്കുന്നു, ചിലർ 50 മേലെ, ചിലർ അങ്ങനെ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലത്തെ ഒരു ഇതേ ഉള്ളൂ. എല്ലാവരും ഒറ്റ ദിവസം മരിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് അങ്ങനെ പേടിക്കൊന്നും വേണ്ട. പേടിക്കാറുണ്ടെങ്കിൽ എല്ലാവരും വരണം.
നമ്മൾ അധികം ജീവിക്കുന്നില്ല. പെട്ടെന്ന് എനിക്ക് തോന്നിയപ്പോ പേടി പോലെ തോന്നി. പക്ഷെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, അങ്ങനെ പേടിപ്പിച്ച് വരേണ്ട കാര്യമൊന്നുമില്ല. എന്തായാലും അടുത്തൊരു സംഭവത്തിൽ എല്ലാവരും ഇതിനേക്കാൾ കൂടുതൽ ശ്രദ്ധ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എല്ലാവർക്കും ഇതൊരു പുതിയൊരു അനുഭവമായി മാറിയിരിക്കുകയാണ്. എല്ലാവരുടെ മുഖം നല്ല ചിരി കാണുന്നുണ്ട്. ഇനി അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്, കൂടുതൽ സമയം ചിലവാക്കുന്നില്ല. എല്ലാവർക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സൈക്കിളിൽ പോകുന്നതാണ്. അപ്പൊ നമ്മളെല്ലാം ചിരിക്കും. കാരണം ആ കാലഘട്ടത്തിൽ പെൺകുട്ടികൾ സൈക്കിളിൽ പോകുന്ന അപകടമാണ്. 44 വർഷം മുമ്പ് അതൊരു ധീരമായ ഒരു പിന്നെ ഇടപെടലായിരുന്നു അവർ നടത്തിയത്. അവർ സൂചിപ്പിക്കുകയും ചെയ്തു. നമ്മുടെ ഈ വേദിയിൽ നമ്മൾ സ്ത്രീകളുടെ പങ്കാളിത്തം കുറവാണ്. അപ്പൊ നമ്മളവരെ അവഗണിക്കുന്നുണ്ടെന്നുള്ള തോന്നല് പെട്ടെന്ന് എനിക്ക് വന്നു പോകുന്നത്. ഞാൻ ബേബി ജോണിനെ ഓർക്കുന്നത് ഒരു 8ാം ക്ലാസ് പഠിക്കുമ്പോഴാണ്. ബേബി ജോണിന്റെ ഒരു ബന്ധു ഗൾഫിൽ നിന്ന് വന്നപ്പോ ഒരു കൂളിംഗ് ഗ്ലാസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കിത് വേണം എന്ന് പറഞ്ഞു. ബേബിയോട് പറഞ്ഞ 20 കുട്ടിയാണ് അതിൽ വരാന്ന് പറഞ്ഞു. അന്നത്തെ 20 കുട്ടി ഇന്നത്തെ വലിയൊരു പൈസയാണ്. അന്ന് ചോറിനെല്ലാം 50 പൈസ 60 പൈസക്കുള്ള സമയമാണ്. അപ്പൊ ഈ നമ്മുടെ കിട്ടുന്ന പൈസ സൂക്ഷിച്ച് വെച്ച് ആ കൂളിംഗ് ഗ്ലാസ് ഞാൻ ബേബിയോട് വാങ്ങി വെച്ചു. വെച്ചിട്ട് ആദ്യത്തെ ദിവസം തന്നെ ഇത് വെച്ചിട്ട് വീണ്ടും വീണു. അപ്പൊ അമ്മയുടെ അമ്മയുടെ അടുത്ത് ഇവിടെ വീഴ്ന്നു കളഞ്ഞു. അപ്പൊ ആ നഷ്ടം എനിക്ക് അന്നുകൊണ്ട് ഇപ്പോഴും ആ നഷ്ടം ബേബിയോട് നഷ്ടപ്പെട്ടു. ബേബി തോമസ് നഷ്ടപ്പെട്ടു പോയത്. അപ്പൊ 2 നഷ്ടം എന്റെ മനസ്സിൽ ഈ 62ാം വയസ്സിൽ നിൽക്കുകയാണ്. അപ്പൊ നമ്മൾ കാണേണ്ടത് നമ്മുടെ ജീവിതത്തിന്റെ ഇപ്പോൾ പറഞ്ഞ പോലെ അന്ത്യത്തിലേക്ക് പോവാണ്. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഇവിടെ നന്മ അവശേഷിപ്പിച്ചിട്ട് പോകണം. അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മളിങ്ങനെ പോയില്ലെങ്കിൽ വലിയ അപകടത്തിലേക്ക് നമ്മൾ പോകും. കാരണം നമ്മൾ ഒരു കഴിഞ്ഞ ആഴ്ച പേരാവി വന്നപ്പോൾ ഒരു വയസ്സായിട്ടുള്ള ഒരു 80 വയസ്സുള്ള അമ്മ ആ വീട്ടിൽ നിന്ന്, ഞാൻ ആളുടെ പേര് പറയുന്നില്ല, നമ്മുടെ പേരാവരി തന്നെയാണ്, മക്കളൊക്കെ ഉണ്ട്, ആ അമ്മേനെ ഇറക്കി വിട്ടിരിക്കുകയാണ്. ആ പേരാവരി ആ ബസ് സ്റ്റാൻഡിൽ കഴിയണം. നമ്മളവരെ കൈപിടിച്ച് മറ്റേ ഇടപെടൽ നടത്തി ഒരു അഭയമന്ത്രത്തിൽ ഇപ്പോൾ അവരെ എത്തിച്ചിട്ടാണ്. അപ്പൊ നമ്മൾ കാണും വലിയ ഗൗരവമായ ഒരു സ്വാമിക പ്രശ്നത്തിലേക്ക് നമ്മൾ പോവുകയാണ് എല്ലാവരും. അപ്പൊ പരമാവധി ഇപ്പൊ നമ്മള് എന്റെ വീടിന്റെ അടുത്തൊരാള് ഇപ്പൊ താമസം അപ്പൊ ചോദിച്ചപ്പോൾ വീട്ടില് അമ്മ ജീവിക്കാൻ പറ്റുന്നില്ല, ആളുടെ പേരും പറയുന്നില്ല. അപ്പൊ അന്വേഷിച്ച് കഴിഞ്ഞപ്പോ ഇത് വലിയ കലഹത്തിലേക്ക് നമ്മള് സമൂഹം പോയിക്കൊണ്ടിരിക്കുകയാണ്. പഴയ തലമുറയെ പുതിയ തലമുറ അംഗീകരിക്കുന്നില്ല, അതുപോലെ പുതിയ തലമുറയെ പഴയ തലമുറ അംഗീകരിക്കുന്നില്ല. വലിയ ഗുരുതരമായ അവസ്ഥയിലേക്ക് പോകണം. അപ്പൊ നമ്മള് ഈ മരിക്കാൻ പോകുന്ന ഈ കാലഘട്ടത്തിൽ നമ്മള് ഏറ്റവും അടുത്ത മരണത്തിലേക്ക് പോകുന്ന ആളുകളാണ്. അപ്പൊ നമ്മൾ അടിയന്തരമായിട്ട് ചെയ്യേണ്ടത് നമ്മൾ സാമൂഹിക ജീവിയെ മാറുക. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാല് ഒരു വർഷം കേരളത്തിലെ ജനസംഖ്യയുടെ ഏതാണ്ട് 1000-ഓളം പേർ ഈ വെള്ളക്കെട്ടിൽപ്പെട്ടിട്ട് ഈ പുഴയിലുമൊക്കെ മുങ്ങി മരിക്കുന്ന അവസ്ഥയുണ്ട്. 1000-ഓളം കുട്ടികൾ മുതിർന്നു വരും. അപ്പൊ ഇത്തരത്തിലുള്ള ആളുകളെ ഇപ്പൊ പേപ്പറിൽ അടുത്ത വാർത്ത വെച്ചു കോട്ടയത്തുള്ള ഇതുകൊണ്ട് SSC ബാച്ചിന്റെ കൂട്ടായ്മ അവരുടെ ആ പഞ്ചായത്തിലുള്ള മുഴുവൻ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും നീന്തൽ പഠിക്കുന്നതിന് പ്രത്യേക ഇൻസ്ട്രക്ടർ നിയമിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു മുങ്ങി വരണം നമ്മുടെ നാട്ടിലുണ്ടായിരിക്കുന്നതിന് വേണ്ടി നമുക്ക് ഇടപെടാൻ സാധിക്കില്ലേ? ബേബിയോടൊക്കെ സമയത്ത് എപ്പോഴും പറയും നമ്മള് ഇങ്ങനെ ഇത്തരം കാര്യങ്ങളിൽ അടിയന്തരമായിട്ട് ബേബി തോമസ് നമ്മളിപ്പം പറയാറുണ്ട്. കാരണം ഈ ബേബി തോമസിന് ശേഷം ഞങ്ങൾ പറഞ്ഞതെന്ന് വിചാരിക്കരുത്, പക്ഷെ മദ്യപിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ തോമന്റെ വീട്ടിൽ ബേബി തോമസിന്റെ വീട്ടിൽ കൂടിയപ്പോ ഈ ബേബി തോമസ് പറഞ്ഞത് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സുഖങ്ങളും അനുഭവിച്ചിട്ട് വേണം മടങ്ങാൻ എന്നാണ് ബേബി തോമസ് പറഞ്ഞത്. ഞാൻ മദ്യപിക്കാറില്ല, അപ്പൊ എന്നോട് അത് കഴിക്കണം പറഞ്ഞാൽ നിർബന്ധിച്ചിരുന്നു. പക്ഷെ അങ്ങനെ നിർബന്ധിക്കുമ്പോൾ നമ്മൾ കാണുന്നത് നമ്മൾ വലിയ പ്രതിസന്ധിയിലൂടെ പോവാണ്. ഇപ്പൊ പേര പഞ്ചായത്തിലെ ഒരു സർവേ എടുത്തു കഴിഞ്ഞപ്പോ ഈ 25 ജനസംഖ്യയിൽ 2500 പേര് പ്രമേയ രോഗികളാണ്. അതിഭീകരമായ അവസ്ഥയിലേക്ക് പോകുന്നു. അപ്പൊ ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മള് വളരെ ഗൗരവമായി ഇടപെട്ടില്ലെങ്കിൽ സമൂഹത്തിൽ നമ്മള് ഒറ്റപ്പെട്ടു പോകും. അതുകൊണ്ട് നന്മകൾ നമ്മുടെ ഭാഗത്തുണ്ടാവും, നല്ല നന്മകൾ നമ്മുടെ ഭാഗത്ത്. ഒരുപാട് ഓർമ്മക്കുറിപ്പുകൾ അതിന് ഉപരിയുണ്ട്. പക്ഷെ നമുക്ക് സമയം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. നേരത്തെ ഇവിടെ PT ജോണി നമ്മോട് പറഞ്ഞു അധ്യാപകരുടെ ഭാഗത്തിന്റെ അന്നത്തെ കാലഘട്ടം എന്നെ ക്ലാസ്സിലേക്ക് ക്ലാസ് വിളിച്ചു അടിയന്തരമായിട്ട് ഓഫീസിലേക്ക് വന്നു. ഞാൻ ചെന്ന് നോക്കുമ്പോൾ ഈ ഓഫീസറും ഇവിടെ ജോർജ് സാറിനും തമ്മിൽ അടിക്കുകയാണ്. കാരണം എന്താ, ഈ ജോർജ് മാസ്റ്റർ B.Ed പഠിക്കുമ്പോൾ ആ കൂടെ പഠിച്ച ഒരു പെൺകുട്ടി സാറിന് കത്തയച്ചു. ആ കത്തയച്ചിട്ട് ഈ റോക്കി സാർ ഇതെടുത്ത് പൊടിച്ച് വായിച്ചു. അപ്പം പൊടിച്ച് വായിച്ചു കഴിയുമ്പോൾ ഈ ജോർജ് മാസ്റ്റർ റോക്കി സാറിന്റെ കഴുത്തിൽ പിടിച്ചു. ഞാൻ നിന്ന് കാണുന്ന രംഗം ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കുകയും വലിക്കുന്ന രംഗമാണ്. അപ്പൊ എന്നോട് റോക്കി സാർ പറഞ്ഞു ക്ലാസ്സിലേക്ക് പോയിട്ടോന്ന് പറഞ്ഞു ചൂടായിട്ട്. അപ്പൊ അത്തരമൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളെ വളർന്നത്. ഇപ്പൊ ആ സമൂഹത്തെ മാറി. ഇപ്പൊ നിങ്ങൾ നോക്കുക, ആൺകുട്ടികളും പെൺകുട്ടികളും ഇപ്പൊ എങ്ങനെ ജീവിക്കുന്നത്? അവരിപ്പോ ഞാനിപ്പോ നേരത്തെ ബസ് സ്റ്റാൻഡ് കാണാം, വേറെ ബസ് സ്റ്റാൻഡ് അടുത്തൊരു കോളേജ് പഠിക്കുന്ന പെൺകുട്ടിയുടെ ബർത്ത്ഡേ ആണ്. ഒരു ആൺകുട്ടി ഓടി വന്ന് കെട്ടിപ്പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അവര് ആശംസകൾ അർപ്പിക്കുകയാണ്. സമൂഹം മാറാണ്, കാലം മാറാണ്.
അതൊന്നും അംഗീകരിക്കാനുള്ള ഒരു കാലഘട്ടത്തിലായിരുന്നില്ല നമ്മളെല്ലാം ജീവിച്ചത്. അതുകൊണ്ട് എന്തെങ്കിലും നന്മ അവശേഷിച്ചുകൊണ്ട് നമുക്ക് പോകാൻ വേണ്ടി സാധിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി പങ്കെടുക്കാൻ സന്മനസ് കാണിച്ച എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. ഈ ആശംസകൾ കൂടുതലൊന്നും ഞാൻ പറഞ്ഞ പോലെ പറയാൻ ഉണ്ടെങ്കിൽ പോലും അതിപ്പം പറയുന്നില്ല. എങ്കിലും നമ്മുടെ ഈ 1978 ഈ ഓർമ്മ ഗ്രൂപ്പ് രണ്ടാമത് കൂടിയ ഇത്രയും പേര് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ആദ്യത്തെ പ്രാവശ്യം കൂടിയപ്പോൾ കുറച്ചുപേരെ ഇതിനകത്ത് ഇല്ലാത്തവരുമുണ്ട്. അപ്പോൾ കുറച്ച് സന്തോഷം തോന്നുന്നുണ്ട്, പുതിയ പുതിയ ആൾക്കാർ വരുന്നുമുണ്ട്. അപ്പം ഇത്രയും പേരെ കാണുവാനും അവരുടെ മുഖങ്ങൾ അറിയാനും സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് ഈ പറഞ്ഞ പോലെ പിന്നെ വിളിച്ചാൽ മതി പെട്ടെന്ന് പോകാൻ കിട്ടിയിട്ടുള്ളൂ. ബാക്കി കുറച്ച് പേര് മനസ്സിലായിട്ടില്ല. അപ്പം ഇപ്പൊ ഓരോരുത്തരും പുറത്തിൽ വരുന്നുണ്ട്. അപ്പം ഇത്രയും പേര് നമ്മുടെ ഈ കൂട്ടായ്മയിൽ വന്നതിന് എല്ലാവർക്കും ആശംസകൾ. ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെ തലവേദന ഇവിടെ കാണുന്ന ഒരു മുഖം എനിക്ക് ഓർമ്മയിലില്ല. ഈ ഗേൾസിന്റെ ഭാഗത്തുനിന്ന് കുറച്ച് മുഖങ്ങൾ മാത്രമേ എന്റെ ഓർമ്മയിലുള്ളൂ. എങ്കിൽ കൂടി ഇങ്ങനെയൊരു സംഘം ഇവിടെ രൂപീകരിക്കാൻ പര്യാപ്തരായി മുന്നോട്ട് വന്ന സംഘാടകർക്ക് ആദ്യമേ ഞാൻ നന്ദി പറയുന്നു. എന്നെയും പലതവണ വിളിച്ചു, കഴിഞ്ഞ തവണയും എന്നെ ക്ഷണിച്ചിരുന്നു. എനിക്ക് ദൗർഭാഗ്യവശാൽ വരാൻ സാധിച്ചില്ല. എങ്കിൽ ഇപ്പോൾ ഇതാ നിങ്ങളുടെ മുൻപിൽ സധൈര്യം നിന്ന് എന്റെ പഴയകാല സുഹൃത്തുക്കളെയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് സന്തോഷപൂർവ്വം നിങ്ങളോടൊപ്പം പങ്കുചേരാൻ സാധിച്ചതിന് ഞാൻ ഒത്തിരിയേറെ നന്ദി അറിയിക്കുന്നു. കൂടാതെ എല്ലാവർക്കും ഇനിയും ഇതുപോലെയുള്ള സംഘടനയിൽ വരാനും പങ്കെടുക്കാനും എല്ലാമുള്ള പ്രചോദനവും അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ജയിക്കും. സഹപാഠികളെ ആദ്യം പരിചയപ്പെടുത്താം. എന്നെ ഒട്ടും നന്നായി പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അവനാദ്യം നന്ദി പറഞ്ഞു. ആ കല്ല് കൈവശം ഉണ്ടാകും. ആ കല്ല് കൈവശം ഉണ്ടാകും. ആ കല്ല് കൈവശം ഉണ്ടാകും. അപ്പോ നന്ദി പറയാനുള്ളതാണ്. ഒരുപാട് ആൾക്കാരെ പലരെയും, ഒരുപാടില്ല, കഴിഞ്ഞ നമുക്ക് പൊളിച്ചറിൽ പങ്കെടുക്കാത്ത ചെല്ലുകൂടി ഇതിനകത്ത് അവരെ ആദ്യമായി കാണാൻ കഴിയും. 10-46 കൊല്ലത്തിന് ശേഷം ആദ്യം കാണുന്നത്. പിന്നെ പെൺകുട്ടികൾ പറഞ്ഞു പോകുന്നതാണ് അമ്മമാര്. അവരെ അന്ന് നമുക്ക് കാണാനുള്ള ഒരവസരമില്ലായിരുന്നു. പക്ഷെ ഇപ്പോ കാണാൻ കഴിയുന്നു കുറച്ചു പേരെങ്കിലും. അപ്പൊ എല്ലാവർക്കും ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് ഇത് വിജയിപ്പിച്ച മുഴുവൻ സഹപാഠികൾക്കും ഒത്തിരി സ്നേഹത്തോടെ ആ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇനിയും ഇതുപോലെ കൂട്ടായ്മകൾ ഉണ്ടാകണം. അത് എല്ലാവരും മനസ്സ് തുറന്ന് നിങ്ങളുടെ സഹകരണം എല്ലാവരുടെയും വേണം. അതുകൂടാതെ വരാനിരിക്കുന്നവരെ കൂടി വേദികളിലേക്ക് കൊണ്ടുവരണം. അപ്പൊ നമ്മൾ അടുത്തത് സ്വയം പരിചയപ്പെടുന്നതാണ്. നമ്മൾ ഇത്തരത്തിലൂടെ വന്നെങ്കിലും പലർക്കും ഇപ്പോഴും നമ്മളോട് ഇങ്ങോട്ട് അറിയാത്ത ആൾക്കാരുണ്ട്, പരിചയപ്പെടാത്ത ആൾക്കാരുണ്ട്. ഇനിയും ഒരിക്കൽ എവിടെയെങ്കിലും വെച്ച് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മുഖം തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകുന്ന അവസ്ഥ വരരുത്. ആരെങ്കിലും ഒരാൾ പെട്ടെന്ന് തിരിച്ചറിഞ്ഞില്ലെങ്കിലും അറിയുന്നയാൾ തീർച്ചയായും ചെന്നൊക്കെ ഹല പറഞ്ഞ് അല്ലെങ്കിൽ ആ പരിചയം പുതുക്കി മുമ്പോട്ട് കൊണ്ടുപോകണം. വയസ്സായവരെല്ലാം പല ഓർമ്മകളും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായതുകൊണ്ട് ചിലപ്പോൾ നാളെ കാണുമ്പോൾ പലരും നമ്മളോട് തിരിച്ചറിയുന്നതില്ല. പക്ഷെ ഈ സന്തോഷം മുമ്പോട്ട് കൊണ്ടുപോകാൻ വ്യക്തിപരമായിട്ട് എല്ലാവരും മുൻകൈ എടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പൊ നമുക്ക് പരിചയപ്പെടുത്താൻ തുടങ്ങാം. അതെ, 1 മിനിറ്റ് സമയം വളരെ കുറവാണ്. സ്റ്റേജിൽ വരിക, അവരവരെ പരിചയപ്പെടുത്തുക, എന്നിട്ട് അടുത്ത പരിപാടിയിലേക്ക് പോകാം. അപ്പൊ ഞാൻ തന്നെ എന്നെ പരിചയപ്പെടുത്താം. ഞാൻ വിൻസെന്റ് കിഴക്കയിൽ, സ്കൂളിലെ പേര് മാത്യു KS എന്നായിരുന്നു. അപ്പൊ ഇങ്ങനെയൊരു കൂട്ടായ്മയിൽ വരാനും നല്ലൊരു പങ്കാളിയാകാനും സാധിച്ചൊരു ഒത്തിരി സന്തോഷമുണ്ട്. വേറെ പ്രത്യേകിച്ചൊന്നും എനിക്ക് പറയാനില്ല. വീട് മാത്രമല്ല 3 കിലോമീറ്റർ അപ്പുറത്തേക്ക് അടങ്ങോട് എന്ന സ്ഥലം. എൻ്റെ ഒരു ബേബി ജോൺ, വീട്ടിൽ തെങ്ങുംപള്ളി, ഒരു ഭാര്യ 4 മക്കൾ. 5 വർഷം വരെ 20 വർഷം ഒരു വാർത്ത
ഞാൻ അന്നക്കുട്ടി തോമസ്, പരകാലായിലാണ്, തൊണ്ടിയിലാണ് വീട്. ഇപ്പൊ കല്യാണം കഴിച്ചു വെച്ചിരിക്കുന്നത് പരത്തന കേരളം. കുറച്ചുകൂടി പറയാൻ കേട്ടോ, പരത്തി പറയാം, ഒത്തിരി ഇതാകണ്ട. അപ്പൊ ഞാൻ താമസിച്ചിരുന്നത് കല്ലുപുരക്കുന്നിലായിരുന്നു, ഇപ്പൊ താമസിക്കുന്നത് കല്ലുമുക്കിലാണ്. ഞാൻ പറയാൻ വിട്ടുപോയ കാര്യം, എനിക്ക് 2 മക്കളുണ്ട്, ഒരു മകനും ഒരു മകളും. മോൻ ബാംഗ്ലൂർ ഇന്ത്യൻ ഡിസൈനറായിട്ട് വർക്ക് ചെയ്യുന്നു, മകൾ ഓസ്ട്രേലിയയിലാണ് ITPയിൽ. അപ്പോൾ ഞാൻ ഓസ്ട്രേലിയയിലായിരുന്നു, ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച തിരിച്ചു വന്നത്. ഇങ്ങനെ ഒരു കൂട്ടായ്മയ്ക്ക് വരാൻ സാധിച്ചത് ഒത്തിരി സന്തോഷം. ഭാര്യയുണ്ട്, ഭാര്യ മക്കളുടെ കൂടെ. വീട് കാക്കങ്ങാട് LIC ഏജന്റാണ്. പെൺകുട്ടികളെ ആരും പരിചയമില്ല, നിങ്ങൾ കാണാൻ പറ്റില്ല. നിങ്ങളെല്ലാം അല്ലാതെ ഫോൺ വിളിക്കരുത്. മരണക്കുറി ഏജന്റാണ്, LIC ഏജന്റാണ്. ഇവരുള്ളതുപോലെ അങ്ങനെ പറയും. ഒരു പാട്ട്. മഴ പെയ്തു മാനം തെളിഞ്ഞ നേരം തൊടിയിലെ കൈമാവിൻ ചോട്ടിൽ ഒരു കൊച്ചു കാറ്റേറ്റു വീണ തീമാമ്പഴം ഒരുമിച്ചു പങ്കിട്ട കാലം, ഒരുമിച്ചു പങ്കിട്ട ബാല്യകാലം. മഴ പെയ്തു മാനം തെളിഞ്ഞ നേരം പലവട്ടം പിന്നെയും മാവ് പൂത്തു തെളിയാപ്പൂക്കൾ വീണൊഴുകിപ്പോയി. പകൽ വർഷരാത്രി തമ്മിഴി തുറത്തു തിരിയാത്ത നീയും എനിക്ക് 3 മക്കളാണ്. മറ്റേയാള് കല്യാണം കഴിച്ചു, രണ്ടാമത്തെ ആള് കോഫി ഹൗസിന്റെ മാനേജറാണ്. പിന്നെ ഒരു മോളുണ്ട്, ഇവിടെ കല്യാണം കഴിഞ്ഞിട്ടില്ല, താമസം കാക്കയങ്ങളാണ്. തോമസ്, വീട്ടിൽ ബേബി എന്ന് വിളിക്കും. എൻ്റെ വൈഫ് ഇതേ ബാച്ചിൽ തന്നെയുള്ള വ്യക്തിയാണ്. ഒരു മോനുണ്ട്, കൊണ്ടുവന്നിട്ടില്ല, അസുഖം കാരണം വന്നിട്ടില്ല. എല്ലാവർക്കും കണ്ടിട്ട് സന്തോഷം. എൻ്റെ പേര് മോഹൻ നരേര്. ഞാൻ മുരിക്കോടി താമസിക്കുന്നത്. 2 കുട്ടികളുണ്ട്, ഭാര്യയുണ്ട്. മൂത്ത മോൻ മൈസൂരിൽ ഒരു പ്രൈവറ്റ് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. 2ാമത്തെ മകൻ ഇന്ത്യൻ നേവിയിലാണ്. നിങ്ങളെല്ലാവരും കണ്ടിട്ട് സന്തോഷം. കുശിനെ കൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് MP രാജൻ, ചെസ്റ്റ് നമ്പർ 81. ഈ ഫോട്ടോഗ്രാഫ് കണ്ടിട്ടുണ്ടോ അല്ലേ? അപ്പൊ അതുകൊണ്ടാ പറഞ്ഞത്. അപ്പൊ ഞാൻ വളരെ വൈകിയാണ് കല്യാണം കഴിച്ചത്. എൻ്റെ മകൾ 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഋതുപർണാകേഷി, ഭാര്യ സുമ കേരളക്കാരിയാണ്. ഞാൻ ഒരു 10-12 വർഷം കോഴിക്കോട് ഒരു ജോലിയായിട്ട് പോവുകയായിരുന്നു, പ്രൈവറ്റ് അക്കൗണ്ടിലെ. ഇപ്പോൾ പൊതുപ്രവർത്തനമൊക്കെ ആയിട്ട് പോകുന്നു. എല്ലാവരെയും കണ്ടതിൽ നന്ദി, വളരെയധികം നന്ദിയുണ്ട്. കുറേയധികം ആളുകൾ ഈ അവർഷാഭാവത്തോടുകൂടി മാറി നിൽക്കുന്ന ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. മലയാളികൾ നേരിട്ട് കണ്ടപ്പോൾ അവർ നമ്മളെങ്ങനെ വരുന്നത്, നമ്മളൊന്നും ഉയർന്ന പൊസിഷനൊന്നും അല്ലല്ലോ പിന്നെ ഇപ്പോൾ ജീവിക്കുന്നത്. അതുകൊണ്ട് വരാൻ താല്പര്യമില്ല എന്നറിയിച്ച ആളുകൾ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. അതുകൊണ്ട് ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ കുറെ കൂടി അത്തരം ആളുകളെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു നല്ല ഇടപെടൽ നമ്മുടെ ഈ കൂട്ടായ്മയുടെ ഭാഗത്ത് ഉണ്ടാവുമെന്ന് ഒരു അഭ്യർത്ഥന കൂടി ഇതിന്റെ ഭാഗത്ത് നടത്തുകയാണ്. നന്ദി, നമസ്കാരം. എൻ്റെ പേര് കുഞ്ഞുവെറ്റൻ രാജേന്ദ്രൻ. ഞാനിവിടെ കുരുത്തല എൻ്റെ പേരാറിൻ്റെ അടുത്ത് തന്നെ, ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ ഉള്ള വീട്ടിലേക്ക്, എൻ്റെ വീട്ടിലേക്ക്. എനിക്ക് ഭാര്യയും ഒരു മകളും ഉണ്ട്. മകളുടെ പേര് അദീതി, ഭാര്യയുടെ പേര് ശൈലജ. ബേക്കറി ബിസിനസ്സൊക്കെ ചെറിയ രീതിയിൽ നടത്തി ജീവിച്ചു വരികയാണ്. ഞാൻ പേരാവരിയിലാണ് താമസിക്കുന്നത്. പിന്നെ ഇതിലുള്ള എല്ലാ ആളുകളുടെയും ആണുങ്ങളെ മുഴുവൻ എനിക്ക് 90% ആളുകളെ അറിയാം. പെൺകുട്ടികളെ പെൺകുട്ടികളെ എല്ലാവരും പറയുന്നു, അത് തന്നെ ഞാനും പറയുന്നു. അപ്പോൾ ഇത് എനിക്ക് വത്സരനെ മാത്രമേ പരിചയമുള്ളൂ. കൂടെ നമ്മൾ പേരാ സ്കൂളിൽ ഒന്നിച്ച് പഠിച്ചതാണ്.
ഞാൻ അവരോട് ചോദിച്ചു ആരൊക്കെ വരുന്നുണ്ടോ. ആ പിന്നെ എനിക്ക് ഭാര്യയും ഒരു ഭാര്യ, 2 മക്കൾ, ഒരാണും ഒരു പെണ്ണും. 2 കുട്ടിക്ക് കല്യാണം കഴിഞ്ഞ് 2 പേർക്കും ഓരോ പെൺകുട്ടികൾ. ഇതാണ് ഞാൻ തന്നെയാണ് താമസിക്കുന്നത്. എൻ്റെ പേര് പ്രസാദ്. ഞാൻ താമസിക്കുന്നത് ഇപ്പോൾ പെരുമനയിൽ. ആദ്യം കല്ലേരുമലയ്ക്കായിരുന്നു, ഇപ്പം പെരുമന അർച്ചന ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ടാണ്. എൻ്റെ വൈഫ് സെൻറ് ജോസഫ് ഹൈസ്കൂളിലെ ടീച്ചറായിരുന്നു, ഇപ്പോൾ റിട്ടയറായി. 3 മക്കളാണ്, ഒരു പെണ്ണും 2 ആണും. മോള് ഡോക്ടറാണ്, അവൾ കല്യാണം കഴിച്ചു 2017. ഇപ്പോൾ അമേരിക്കയിലാണ്. പിന്നെ ഒരു കുട്ടി, രണ്ടാമത്തെ ആൺകുട്ടി UK-യിലാണ്, ഒരാൾ ബാംഗ്ലൂർ ജോലി ചെയ്യുന്നു. ഇതാണ് എൻ്റെ വിശേഷം. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പരിചയം പുതുക്കലായിട്ട് എനിക്ക് തോന്നുന്നില്ല, കാരണം പണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ആരെയും അറിയത്തില്ല. വോയിസ് എന്ന് പറയുന്നതല്ല പറഞ്ഞേക്കുന്നത്. പിന്നെ ഒത്തിരി സന്തോഷം വന്നതിൽ ഇവിടെ പങ്കുചേരാൻ പറ്റിയത്. പിന്നെ എൻ്റെ പേര് ലിസമ്മ കുര്യൻ. താഴത്ത് വീട്ടിൽ കല്ലടിയിലാണ് വീട്. ഇപ്പൊ കല്യാണം കഴിച്ചേക്കുന്ന മാനന്തവാടി. ഹസ്ബൻഡ് ഇൻഷുറൻസിലായിരുന്നു, സേവിയർ. 2 മക്കള്. മോള് ആർക്കിടെക്റ്റാണ്, ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നു, ഉള്ള കല്യാണം കഴിഞ്ഞു. മോന് ഇപ്പൊ മിഷിഗണിൽ വർക്ക് ചെയ്യുന്നു, US-ൽ എഞ്ചിനീയറാണ്. മണത്തണയാണ് വീട്. എന്നെ കല്യാണം കഴിച്ചത് വടകര. അവിടെ കോട്ടക്കൽ കുഞ്ഞാലിമലക്കര ഹയർ സെക്കൻഡറി സ്കൂളിൽ മ്യൂസിക് ടീച്ചറായിരുന്നു 35 വർഷം. 2020 റിട്ടയറായി. എൻ്റെ ഹസ്ബൻഡും മ്യൂസിക് ടീച്ചറാണ്. എൻ്റെ സീനിയറായിട്ട് പഠിച്ചതാണ് പാലക്കാട് മ്യൂസിക് കോളേജ്. ഇവിടുന്ന് പോയി SLC കഴിഞ്ഞ ഉടനെ പാലക്കാടാണ് പഠിച്ചത് 4 കൊല്ലം. പിന്നെ മക്കളെ 3 ആള്. മൂത്ത മകള് കാസർഗോഡ് ഹയർ സെക്കൻഡറി +2 ടീച്ചറാണ്. രണ്ടാമത്തെ മകൻ ഐഡിയ ശാസ്ത്രങ്ങളിലൊക്കെ അമൃത TV സൂപ്പർ സ്റ്റാറിലൊക്കെ ഉണ്ടായിരുന്നു, പാടി. ഇപ്പം അവനും മ്യൂസിക് ടീച്ചറാണ്. ഇപ്പം വില്യാപ്പള്ളി, വളരെ വില്യാപ്പള്ളി MJ ഹയർ സെക്കൻഡറി സ്കൂള്. ഇളയ മകള് ബാങ്കിൽ. 2 5 കൊച്ചുമക്കളും. ഹലോ, എൻ്റെ പേര് അനിത. മാനന്തവാടിയിൽ സെറ്റിലാകുന്നു. കുറച്ചായിട്ട് മക്കൾ നിൽക്കുന്നു. എനിക്ക് 2 മക്കളുണ്ട്, 2 ആൺകുട്ടികളാണ്. ഒരാൾ അബുദാബിയിലും ഒരാൾ ബാംഗ്ലൂരിലും. നമസ്കാരം, ഞാൻ വത്സല. എൻ്റെ വീട് പേരായിട്ടായിരുന്നു. കല്യാണം കഴിച്ചത് കുനിത്തല. ഹസ്ബൻഡ് സഹകരണ വകുപ്പിൽ സെക്രട്ടറി ആയിരുന്നു. ഞങ്ങൾക്ക് 2 മക്കൾ. ഒരു മോള് ഓസ്ട്രേലിയ, മകൻ ബാംഗ്ലൂർ. ഹലോ, നമസ്കാരം. എൻ്റെ പേര് അനക്കുട്ടി സെബാസ്റ്റ്യൻ തോട്ടത്തിൽ. എന്നെ കെട്ടിച്ചിരിക്കുന്ന ഓടനാട് ആറുവാക്കൽ ഫ്രാൻസിസ് ഫിഷ് ഓഫീസറായിരുന്നു. എനിക്ക് 3 ആൺപിള്ളേർ. മൂത്തനോ സ്കോട്ട്ലൻഡിൽ 2 പിള്ളേർ. രണ്ടാമത്തെ എഞ്ചിനീയർ, അവർ ഇസ്രയേലിലെ. ഇളയ മോന് ഭാര്യ കുട്ടി അബുദാബിയിൽ. ഞാൻ സിദ്ധാർത്ഥൻ. ആറ്റഞ്ചേരിയാണ് വീട്. ഇവിടെ ഒരു 36 വർഷം അധ്യാപകനായി ജോലി ചെയ്തു, റിട്ടയർ ചെയ്തു. 6 വർഷമായി. ഒരു ഭാര്യ ഇപ്പം ജോലി ചെയ്തിട്ട് കാണിച്ചാൽ. പിന്നെ 2 മക്കളെ, ഒരാണ് ഒരു പെണ്ണ്. നമസ്കാരം, ഞാൻ മോഹനൻ PK. എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളെല്ലാം PK എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ഞാൻ എൻ്റെ വീട് ശരിക്കും ഇവിടെയാണ്, മടപ്പിടിച്ചാല് പള്ളിൻ്റെ അങ്ങോട്ട് പോകുന്നിടത്ത്, കൊട്ടഞ്ചരം വഴിയിൽ അങ്ങോട്ട് പോകുന്നതിൻ്റെ അടുത്താണ് എൻ്റെ വീട്. ഇപ്പം ഞാൻ താമസിക്കുന്നത് കോഴിക്കോടാണ്. ഞാൻ ഗ്രാമീൺ ബാങ്കിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. ഇപ്പോൾ റിട്ടയർഡ് പേഴ്സണാണ്. 2 ആൺകുട്ടികളുണ്ട്. പിന്നെ കോഴിക്കോട് സെറ്റിലായിരിക്കുന്നു. കുഴപ്പമില്ലാതെ വീട്ടുകാർ പള്ളത്തുപറമ്പിൽ നിന്നാണ് വീട്ടുകാര്. ഇവിടെ സ്ത്രീകളെ ഒന്നും അധികം കൂടുതൽ അറിയില്ല, മലയാളം മാത്രമേ അറിയുള്ളൂ. ഞങ്ങൾ ഒരുമിച്ച് കോളേജിൽ പഠിച്ചപ്പോൾ. ശരി, ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജോണി പിട്ടി. ഞാൻ ഹൈസ്കൂളിലെ 10ാം ക്ലാസ്സിലെ A ഡിവിഷനിൽ പഠിച്ചതാണ്. ഞാനിപ്പോൾ കണ്ണൂർ താമസിക്കുകയാണ്. ഞാൻ 20 വർഷം എയർഫോഴ്സിലായിരുന്നു. 20 വർഷം ബാംഗ്ലൂർ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിൽ തേജസ് യുദ്ധവിമാനത്തിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ചതാണ്. ഇപ്പോൾ കണ്ണൂർ താമസിക്കുന്നു. ഭാര്യ നേഴ്സായിരുന്നു. മകൻ ഒരാൾ എഞ്ചിനീയർ, ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നു. മകൾ ഡോക്ടറായിട്ട് ആസ്ട്രോമിംസ് കണ്ണൂർ വർക്ക് ചെയ്യുന്നു. താങ്ക് യു.
കുഞ്ഞാപ്പി തന്നെ അധികം കൊല്ലത്ത് ഞാൻ പെരുമണി താമസിക്കുന്നു. എനിക്ക് 3 മക്കൾ, ഒരാൾ ബാങ്കില്, ഒരാൾ ടീച്ചർ, ഒരാൾ ഡോക്ടർ. പെണ്ണുങ്ങളെ കുറച്ചുപേരെ എനിക്കറിയാം. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ പെൺപക്ഷന് ഡാൻസ് കളിക്കായിരുന്നു. ഞാനും ചാവലിയും പാവാട ഷൂട്ടിങ് നിൽക്കുന്നു. ഞങ്ങൾ ആളുകൾ അടുത്തതല്ല അന്ന് ഓക്കെ സാറ് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? ഞങ്ങൾ പെണ്ണുകളെന്ന് വെച്ചിട്ട് പൂജ അടിയായിട്ട് അതുകൊണ്ട് പെണ്ണുങ്ങളെ അന്നും ഇന്നും പേടിയാണ്. എൻ്റെ പേര് രഘുനാഥൻ. ഞാൻ ഇപ്പോൾ താമസം കേളൂര്. പിന്നെ ഇവിടെ എൻ്റെ കുട്ടീൻ്റെ അയൽവാസിയായിരുന്നു. 2 മക്കളിൽ 2 പേര് പൂനെ IT മേഖല. ഗുഡ് മോർണിംഗ്. ഞാനൊരു ഡിഫൻസ് ബാക്ക്ഗ്രൗണ്ടിലാണ്. ഡിഫൻസ് റിട്ടയർ ആയിട്ട് 6 വർഷമായി. ഓർമ്മ ഫസ്റ്റ് ബാച്ചിലും വരാൻ പറ്റിയിരുന്നു. അന്നേരം ഈ കളർ കുറച്ച് കുറവായിരുന്നു. ഇപ്പം കുറച്ച് കളർ വന്നിട്ടുണ്ട്. ഇപ്പൊ ആൾക്കാർ കുറച്ച് ചിരിക്കുന്ന മുഖങ്ങളെ കൂടെ കാണാൻ പറ്റും. വളരെ സന്തോഷം. ഏതായാലും അടുത്ത വർഷവും ഇതിൽ കൂടുതൽ കളർ വരട്ടെ. നമ്മൾ 50-50 സ്ട്രെങ്തിനെങ്കിലും കാണാൻ പറ്റട്ടെ എന്നുള്ളൊരു ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ്. ഞാൻ പേരാവൂർ മുരിങ്ങോടിയിൽ സെറ്റിൽഡാണ്. എൻ്റെ വീടും അവിടെ തന്നെ. മുരിങ്ങോടിയിൽ ദാമോദരൻ ചാളയമിൽ. എൻ്റെ വൈഫ് സരോജ. 2 കുട്ടികളാണുള്ളത്. ഒരാൾ UK-യിൽ ആസ് എ റിസർച്ച് എഞ്ചിനീയർ വർക്ക് ചെയ്യുന്നു. മറ്റേ ഇളയവൻ ബാംഗ്ലൂരിൽ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ വർക്ക് ചെയ്യുന്നു. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. 60+ ആയ നമ്മളെല്ലാവരും 40+ എന്നുള്ള ഒരു മനോഭാവം വെച്ച് പ്രവർത്തിക്കുക. രാവിലെയും വൈകുന്നേരം 1 മണിക്കൂറെങ്കിലും അവനവന് വേണ്ടി കുറച്ച് ശ്വാസം വലിച്ച് വിടുക. കുറച്ച് കൈയും കാലും ഒന്ന് ഇളക്കാൻ നോക്കുക. അത് ഞാൻ വെറുതെ ഒരു വക പണിയൊന്നും ഇല്ല നമുക്ക്. എന്തായാലും വെറുതെ ഭക്ഷണം കഴിക്കാതെ കൈയും കാലും കുറച്ച് ഇളക്കി ശ്വാസം വലിച്ച് പുറത്തു വിടുക. എന്നാൽ നമ്മുടെ ശ്വാസത്തിന്റെ റേറ്റ് കൂടട്ടെ. അതുപോലെ ശ്വാസം കുറച്ച് പിടിച്ചു വെക്കുക. എന്ന് ഞാൻ എല്ലാവരുടെ ലൈഫും ചിലയാൾ പറയും നമ്മളെ ബേബി തോമസ് 60+ പോയിരുന്നു. എന്നാൽ അവന്റെ ആവറേജ് ഒരാളെ ലൈഫിന്റെ അകത്ത് ഇത്ര ശ്വാസം എന്ന് കൗണ്ട് ചെയ്തിട്ടുണ്ടാവും. നമ്മളെല്ലാം നിങ്ങൾക്ക് കാണാം. ഒരു എല്ലാ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റിനും ഒരു ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ബാറ്ററിയുടെ ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു ബാറ്ററി ഫുള്ളായി ചാർജായി ഡിസ്ചാർജായി എഗെയിൻ ചാർജ് ആകുന്ന ഒരു സിറ്റുവേഷനിലാണ് ഒരാളെ ലൈഫ് സൈക്കിൾ എന്ന് പറയാം. നമ്മളെ ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ എവരി ബ്രീത്ത് വി ഹാവ് കൗണ്ടഡ് numbers here, age matters. So അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ശ്വാസത്തിന് രാവിലെയും വൈകുന്നേരം 1 മണിക്കൂർ നേരം നമ്മളൊരു 15-30 സെക്കൻഡ്, ചില 60 സെക്കൻഡ് വരെ പിടിച്ചു വെക്കാൻ പറ്റും. അത്ര നമ്മൾ ശ്വാസം പിടിച്ചു വെച്ചാൽ നമ്മുടെ ലൈഫ് സ്പാൻ കൂടും. അതുകൊണ്ട് എല്ലാവരോടും എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് നമ്മുടെ ലൈഫിന്റെ ശ്വാസം പിടിച്ചു വെക്കും. മാക്സിമം ഓരോരുത്തർക്കും പിടിച്ചു വെക്കാൻ പറ്റുന്ന അത്ര ചെയ്യുക, കൂടുതൽ ചെയ്യാതിരിക്കുക. ഇത് പറഞ്ഞ് പിള്ളേരെ കൊണ്ടോ ആരെങ്കിലും കൊണ്ട് എന്റെ ശ്വാസം പിടിച്ചു വെച്ചിട്ട് പോകാതിരിക്കാൻ ശ്രമിക്കുക. സ്വയമായിട്ട് ചെയ്യാനുള്ള മാക്സിമം ശ്വാസം പിടിച്ചു വെക്കുക. അതിനുശേഷം റിലീസ് ചെയ്യുക. ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. വൈകുന്നേരം മാക്സിമം എൻജോയ് ചെയ്യാം. എവറി മിനിറ്റ് വിൽ ബി എൻജോയ് ചെയ്യുക. വൈകുന്നേരവും രാവിലെയും ചെയ്യാം കേട്ടോ. കൃഷിയൊക്കെ അതിരാവിലെ 4 മണിക്ക് ഹലോ എന്ന് പറഞ്ഞേക്കെ. ഞാൻ പറഞ്ഞു 4 മണിക്ക് നിന്നെ ഞാൻ ചാർവായിന്ന് വിട്ടെന്ന് പറയും. എന്നെ 3:30 എഴുന്നേൽപ്പിക്കുന്ന ഒരു മെക്കാനിസം ഉണ്ടെന്ന് പറഞ്ഞു. ആ മെക്കാനിസം എന്താണെന്നുള്ള കാര്യം കക്ഷി എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. പിന്നെ പേഴ്സണലി ഇന്ററാക്ട് ചെയ്യാൻ പറ്റിയില്ല. എന്ന് വെച്ചാൽ നമ്മള് ഡിഫൻസ് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് അധികം ആൾക്കാരെ അധികം അടുപ്പിക്കത്തില്ല. മനസ്സിലായില്ലേ? ഇത് വള്ളി തലയിൽ ചുറ്റുമെന്ന് വിചാരിച്ചു. ഓക്കെ, എല്ലാവരെയും കാണാൻ പറ്റി. വളരെ സന്തോഷം. കുറെ അധികം ചിരിക്കുന്ന മുഖങ്ങൾ ഇനിയും കാണട്ടെ, ഇനിയും കാണാൻ പറ്റേ. 60+ നമുക്കൊരു 120 വരെ പോകാനുള്ള അനുഗ്രഹം ദൈവം തരട്ടെ. എല്ലാവരും സന്തോഷമായിരിക്കും. ജോസഫ് പോണാട്ട് മാവടിയിലാണ് വീട്. എന്നെ കെട്ടിച്ചത് ചുങ്കക്കുന്നില്. ഹസ്ബൻഡ് ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു. മരിച്ചിട്ട് 12 വർഷമായി. 3 മക്കളുണ്ട്. 3 പേർക്കും 2 മക്കളുണ്ട്. ഇളയ മോള് UK-ല്, 2ാമത്തെ മോള് ഉൾപ്പെടെയിൽ ജോലി ചെയ്യുന്ന നേഴ്സാണ്. മോൻ എൻ്റെ കൂടെയുണ്ട്. പിന്നെ ഒന്നുമില്ല. നമസ്കാരം. ഞാൻ രജകുമാർ മണിയെന്ന് വിളിക്കും. പെരുമലയാണ് എൻ്റെ വീട്. എനിക്ക് ഭാര്യയിലായിട്ട് മക്കളെ വിവാഹം കഴിഞ്ഞു. ഇവിടേക്ക് ആണുങ്ങളെ മിക്കവാറും തന്നെ അറിയാം.
പെൺകുട്ടികളെന്ന് ഇതുവരെ കണ്ടില്ല, ആദ്യമായിട്ട് കാണുന്നതാണ്. ഞാൻ പോലീസായിരുന്നു ജോലി, SI ആയിട്ട് 2010 റിട്ടയർ ചെയ്തു. പിന്നെ ഞങ്ങള് SSC കുറിച്ച് ഓർക്കുകയാണെങ്കിൽ ഞങ്ങൾ കുറച്ച് ഒരു ചെറിയ ഔട്ട്ലെറ്റാണ്, അതിൽപ്പെട്ടതാണ് ഞാൻ. SSC ശേഷമാണ് ഞാൻ പൊക്കം വെച്ചത്. അപ്പൊ ഞാൻ ചാർലി എൻ്റെ ഒരു സ്വന്തം സഹചാരിയാണ്. കാരണം ചാർലിനെ അറിയാത്ത കാര്യം ഉണ്ടാവില്ലായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം വന്നിരുന്നു, പ്രാവശ്യം വന്നില്ല, അദ്ദേഹം വിദേശത്താണ്, ചാർലിനോടുണ്ട്. അപ്പൊ ഞാനും ചാർലി അയൽവാസികളാണ്. ഞങ്ങൾ എപ്പോഴും സ്കൂൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാർലിൻ്റെ വീട്ടിൽ പോകും, ചാർലിൻ്റെ വീട്ടിൽ വരും. അങ്ങനെ കളിച്ച് നടന്ന് വളരെ ഒരു സുഹൃത്ബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ SSLC വരെ ഞങ്ങൾ വരുന്ന പോകുന്നൊക്കെ ഒന്നും ചെയ്യായിരുന്നു. പിന്നെ മറ്റ് കൂടുതലായിട്ടും സമയമില്ലാന്നൊന്നും പറയുന്നില്ല. പ്രസാദമായിട്ട് തരണം. അതുപോലെ കുഞ്ഞാപ്പി, ചാർലിയുടെ കുഞ്ഞാപ്പി ഉണ്ടാവും. ഞങ്ങൾ ഇപ്പോഴും അധികം നടന്നിട്ടൊക്കെയാണ് സ്കൂളിലേക്ക് പോകുന്നത്. അന്ന് ബസ്സോറല്ലേ, അന്നൊരു MRS ബസ്. പിന്നെ ഇന്ദിര 5 വയസ്സായിരുന്നല്ലേ അന്ന്, 3 വയസ്സ്. പിന്നെ സ്കൂളില്ലാത്ത ദിവസം ഞങ്ങൾ തോട്ടൊക്കെ ആക്കിയിട്ടുണ്ടാവും. സ്കൂളില്ലാത്ത ദിവസം വരുമ്പോൾ അമ്പലത്തിലവിടെ നിന്ന് പഴയ ചെടി കുടിയിലെ കഴിഞ്ഞ കുഞ്ഞാപ്പിക്ക് ഓർമ്മയുണ്ടാവും. അവിടെ ഉണ്ടല്ലേ ഓർമ്മയിക്കുന്നുണ്ട്. ചിലപ്പം 5-6 മണിക്കൊക്കെ ആയിരിക്കും വീട്ടിലെത്തുന്നത്. അങ്ങനെയൊക്കെ വളരെ രസകരമായ ഒരു കാലഘട്ടമായിരുന്നു. ഓർക്കാന്നല്ലാണ്ട് കാരണം ചെയ്യാൻ പറ്റില്ല. എല്ലാവർക്കും നമസ്കാരം. അപ്പൊ എൻ്റെ ഒരു അഭിപ്രായം, ഇങ്ങാരി കൂട്ടായ്മ എല്ലാ വർഷവും സംഘടിപ്പിക്കാൻ സാധിക്കണം എന്നൊരു അഭിപ്രായമുണ്ട്. ഇപ്പൊ എല്ലാവരും പറഞ്ഞാൽ ഞാനും കഴിഞ്ഞ വർഷം ദിവസം ഞാനും അനുസ്മരിക്കുന്നു. എല്ലാ വർഷവും ഈ കൂട്ടായ്മ സംഘടിപ്പിക്കാൻ കഴിയുമാറാകട്ടെ എന്നും ഇതിന് പിന്നെ പ്രവർത്തിച്ച മണികണ്ഠൻ മാഷ്, ബേബി ജോണ്, അങ്ങനെ അങ്ങനെ പേരെടുത്ത് പറഞ്ഞില്ല, ശ്രീധരനും ഞാനൊക്കെ വളരെ കമ്പനിയായിരുന്നു പഠിക്കുന്ന സമയത്ത്. അപ്പൊ അന്ന് പിന്നെ ഈ കാക്കങ്ങാടൊന്നും സ്കൂളിലില്ല. അപ്പം ഏകദേശം വെളക്കോട് ആൾക്കാരല്ലേ എല്ലാവരും തൊണ്ടി സ്കൂളാണ്. അങ്ങനെയാണ് മണികണ്ഠൻ മാഷൊക്കെ തൊണ്ടി സ്കൂളിൽ പഠിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ അന്ന് പല സ്കൂളില്ലല്ലോ. അതെ, അതെല്ലാം. അപ്പൊ അങ്ങനെ ഇത് എല്ലാ വർഷവും ഈ കുട്ടികളെ സംഘടിപ്പിച്ച് എല്ലാവരും തമ്മിലൊന്നും കൂടി കണ്ട് സൗഹൃദം പുതുക്കി പോകാൻ കഴിയുമാറാവട്ടെ. പക്ഷേ പിന്നെ ഇപ്പോഴത്തെ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് മോഹൻ എല്ലാവരും പരിപാടിയാണ്, ആശംസയുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഞാൻ പേരാട് സ്വദേശിയാണ്. എൻ്റെ പേര് ജയേന്ദ്രൻ. തെരുവിലാണ് താമസിക്കുന്നത്. മണത്തറ ബാങ്കിന്റെ സെക്രട്ടറി ആയിട്ട് തിരിഞ്ഞാണ്. ഭാര്യ ടീച്ചറാണ്. മാനൂർ സ്കൂളിൽ വർക്ക് ചെയ്യുന്നു. 2 കുട്ടികൾ സാധാരണ. മോള് വർക്ക് ചെയ്യുന്നത് MCAയിലാണ് വർക്ക് ചെയ്യുന്നത്, ചെന്നൈ. ഞാൻ അവിടെ താഴ്ത്തൂട്ടുകാരെ മാത്രമേ അറിയാവുള്ളൂ. ഞങ്ങൾ 35 വർഷം രാജസ്ഥാനിൽ ജോലിയായിരുന്നു. 2019 ഇവിടെ വന്നത്. എനിക്ക് 2 ആൺപിള്ളേര്. മൂത്തയാൾ സൗദിയില്, രണ്ടാമത്തെ ആളും വൈഫും UK. എൻ്റെ പേര് ജോസഫ് കൊല്ലക്കോട്ട്. ഞാനിപ്പോൾ അടിമാലി താമസിക്കുന്നു. ഭാര്യയും ഒരു മോനും. ഭാര്യ യൂണിയൻ ബാങ്കിൽ നിന്ന് കഴിഞ്ഞ മെയ് മാസം റിട്ടയർ ചെയ്തു. മോൻ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുന്നു. എൻ്റെ പേര് വിശ്വനാഥൻ. ചാണപ്പാറയാണ് താമസിക്കുന്നത്. നമ്മുടെ അന്നക്കുട്ടി എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു 150 മീറ്റർ മാറിയിട്ടുമാണ് വീടും സ്ഥലമൊക്കെ മേടിച്ചത്. ഇപ്പം പറഞ്ഞു. ഞാൻ കണ്ണൂർ മിലിറ്ററി ഹോസ്പിറ്റലിൻ്റെ അടുത്ത് ഒരു ഫ്ലാറ്റിൽ സെറ്റിൽ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ തൽക്കാലം ഒരു 1.5 വർഷമായിട്ട് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ട് വാടകയ്ക്ക് താമസിക്കുകയാണ്. എനിക്ക് 2 പെൺകുട്ടികൾ. മൂത്തയാള് PG ഗൈനക്കോളജി കോഴിക്കോട് ബേബിയിൽ പഠിക്കുകയാണ്. പിന്നെ ഇളയാള് ബാംഗ്ലൂരാണ്. 2 പേരും മാരീഡാണ്. പിന്നെ ചെസ്സും പോലീസും തന്നെയാണ് എൻ്റെ ലൈഫിൽ മുഴുവനും ഉണ്ടായിട്ടുള്ളത്. ഏതായാലും എല്ലാവരും ഒരിക്കൽ കൂടി കാണാൻ പറ്റിയത്. പിന്നെ ഇപ്പം നമ്മുടെ അനിത വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അനിതനെ 5ാം മുതൽ ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാണ്. ഇപ്പം പറഞ്ഞിട്ടാണ് ഞാൻ ചോദിച്ചത് അനിത തന്നെയാണോ എന്ന് ചോദിച്ചിട്ടാണ് കാണാൻ പറ്റിയത്. ഏതായാലും അനിതയെ ഒന്ന് കാണാൻ പറ്റി. ഏതായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയും. പ്രിയ സഹപാഠികളെ, ഒറ്റയ്ക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. വിഷമിക്കണ്ട, വേറെ തരാറൊന്നുമില്ല. എൻ്റെ പേര് MA ജോണി. എടത്തൊട്ടിയാണ് താമസം. ഇതിൽ മിക്കവരെയും അന്നത്തെ ആൺകുട്ടികളെ മിക്കവരെയും അറിയാം. കുട്ടികളെ ചിലരൊക്കെ ഇപ്പം പറഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത്. അവരെയൊക്കെ പല രീതിയിലും പരിചയമുള്ളവരുണ്ടെന്ന് തോന്നുന്നു. ഞാൻ എക്സൈസ് വകുപ്പിലായിരുന്നു. ഇപ്പം റിട്ടയർ ചെയ്ത് സ്വസ്ഥം 2
മക്കളുണ്ട്. ഒരാളും ഒരു പെണ്ണുമാണ്. ആള് ന്യൂസിലൻഡാണ്, IT സെക്ടറാണ്. പെണ്ണ് കാനഡയാണ്, സോഷ്യൽ വർക്കറാണ്. മറ്റ് വിശേഷം. എൻ്റെ പേര് ജോസഫ്, വീട്ടുപേര് മാണിക്കത്താഴെ, വെള്ളർവള്ളിയിൽ താമസിക്കുന്നു. ഒരു സർക്കാർ ജീവനക്കാരനായിരുന്നു. ഭാര്യ ടീച്ചറായിരുന്നു. മക്കൾ 3 പേര്, ഒരാണും 2 പെണ്ണും. മകൻ ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ ജോലി ചെയ്യുന്നു. രണ്ടാമത്തെ മകള് അയർലൻഡിൽ, മൂന്നാമത്തെ മകള് MSc ലാസ്റ്റ് ഇയർ. എൻ്റെ പേര് പത്രാകം, ഓടത്തോട് താമസം, ചെറുപറമ്പിൽ. വീട്ടുപേര് 3 മക്കളാണ്. 2 ആൺപിള്ളേർ, ആണും ഒരു പെണ്ണും. ആണിൻ്റെ ഒരു പെണ്ണിൻ്റെ കല്യാണം കഴിഞ്ഞു. പെണ്ണ് സ്റ്റാഫ് നേഴ്സായിട്ട് മാനന്തവാടിയിൽ പഠിക്കുന്നു. മൂത്ത മകൻ ബാംഗ്ലൂർ IT കമ്പനിയിൽ പഠിക്കുന്നു. ഇളവർ സ്കൂളിൽ പഠിക്കുന്നു. എൻ്റെ പേര് മോഹൻ ഇപ്പോൾ താമസിക്കുന്ന കോട്ടയം പോയി. 2 പെൺകുട്ടികളാണ്, രണ്ടാളും ബാംഗ്ലൂരായിട്ട്. എൻ്റെ പേര് ഉദയകുമാർ, മണത്തലയാണ് താമസം. 2 ആൺകുട്ടികളാണ്. ഒരാൾ കല്യാണം കഴിഞ്ഞു, ഒരു 2 വയസ്സുള്ള മകളുണ്ട്. രണ്ടാമത്തെ ആള് ജർമ്മനിയിലാണ്. പ്രിയമുള്ളവരെ, എൻ്റെ പേര് VJ ജോൺ. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് കൂട്ടായ്മയിൽ സംബന്ധിക്കാൻ പറ്റിയില്ല. അതിൻ്റെ ഒരു വിഷമം ശരിക്കുമുണ്ട്. കാരണം ആരെയും മനസ്സിലാവുന്നില്ല. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ പിന്നെ പെരുമന്, എൻ്റെ വീട് പെരുമനെയാണ്, വള്ളിയിൽ നിന്നാണ് വീട്ടുപേര്. വളരെ കുറച്ച് പെരുമനുള്ള ഇതുപോലെ കുഞ്ഞാപ്പി, ഡോമിനിക്ക്, ജോണി, അല്ലെ ബേബിയോണ്, സോമൻ, ഇങ്ങനെ കുറച്ച് പേര്, പ്രസാദ്. അവിടെയുള്ളവരെ മാത്രമേ ശരിക്കും എനിക്ക് കണ്ട് ഓർമ്മയുള്ളൂ. കാരണം ഞാൻ ദൂരദർശനിലായിരുന്നു വർക്ക് ചെയ്യുന്നത്. 36 വർഷമായിട്ട് ദൂരദർശനിലായിരുന്നു. ഈ കഴിഞ്ഞ ജൂണിൽ റിട്ടയറായി. അതുകൊണ്ട് സ്ഥലത്തില്ലായിരുന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. വർഷങ്ങളായിട്ട് ആരും കാണാൻ പറ്റിയിട്ടില്ല. ഇപ്രാവശ്യവും ബേബി ജോണ് എന്നെ പ്രത്യേകം വിളിച്ചതിന് വളരെ നന്ദി ഞാൻ ബേബി ജോണെന്ന് പറയുകയാണ്. അല്ലെങ്കിൽ ഇപ്രാവശ്യം വരലുണ്ടാവില്ല, ചിലപ്പോൾ അറിയുകയില്ലായിരുന്നു. ഇപ്പം അങ്ങനെയാണ് എൻ്റെ കാര്യങ്ങൾ. ഭാര്യയും 4 മക്കളുമുണ്ട്. 3 പേര്, 3 പെണ്ണും ഇളയാണ്. 3 പെൺകുട്ടികളെ കല്യാണം കഴിച്ചു. ഇളയ മോളെ ഇവിടെ തുണ്ടിയിൽ തന്നെയുള്ള ചിലപ്പോൾ അറിയാമായിരിക്കും. ഈ മാവടി അല്ല കല്ലടി പെരുമ്പിൽ ജോർജ് മാഷ് എന്ന് പറഞ്ഞൊരു മാഷിൻ്റെ മകനാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. ഹോമിയോ ഡോക്ടറായിരുന്നു. മണത്തനായ ക്ലിനിക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഭാഗത്ത് ഉള്ളവർക്ക് ചിലപ്പോൾ ഓർമ്മയുണ്ടാവും. ഇപ്പം MDക്ക് പഠിക്കുകയാണ് തിരുവനന്തപുരത്ത്. അപ്പോൾ ഇപ്പം സുഖമായിട്ടിരിക്കുന്നു. എല്ലാവരും കാണാൻ സാധിക്കുന്നു. എൻ്റെ പേര് സോമൻ MG, പെരുമനെയാണ് വീട്. എനിക്ക് 2 മക്കളുണ്ട്. 2 പേര് ബാംഗ്ലൂരുണ്ട് ജോലി ചെയ്യുന്നു. വൈഫിൻ്റെ പേര് ഗിരിജ. എല്ലാവരും വീണ്ടും കാണാൻ സാധിച്ചതിൽ സന്തോഷം. പേര് ബ്രിജീത്ത എന്നാണ്. ഞാനിപ്പോൾ താമസിക്കുന്നത് ചെമ്പേരിയിലാണ്. കൊച്ചുവേലിക്കകത്തുനിന്ന് വീട്ടുപേര്. 2 മക്കള്. മോള് ഗവൺമെന്റ് നേഴ്സായി പഴയങ്ങാടി ജോലി ചെയ്യുന്നു. മോന് ഭാര്യയും ഒരു കൊച്ചും ന്യൂസിലാൻഡില് ജോലി ചെയ്യുന്നു. എൻ്റെ പേര് ലില്ലി. PV എന്നാണ് സ്കൂളിലെ പേര്. പുത്തൻപടിക്കൽ. 3 മക്കളാണുള്ളത്. ഒരാള് ബാംഗ്ലൂർ ജോലി ചെയ്യുന്നു. ഒരാള് RS സ്കൂളിലെ സാറാണ്. ഒരാള് UK ജോലി ചെയ്യുന്നു. എൻ്റെ പേര് സുരജ. വയനാട്ടിലായിരുന്നു. ഞാനിപ്പോൾ സെറ്റിലായിരിക്കുന്നത് കണ്ണൂരാണ്. ഹസ്ബൻഡ് ആർമിയിലായിരുന്നു. മക്കൾ 2 പേര്. ഒരാൾ US, മോള് ഫാഷൻ ഡിസൈനറാണ്. നാട്ടിൽ. എൻ്റെ പേര് ഷെർലി ജോസഫ്. വെമ്പള്ളിയിലാണ്. ഞാൻ വെണ്ണറവള്ളിയാണ് താമസം. കല്യാണം കഴിച്ചത് തലശ്ശേരിയാണ്. 3 പെൺകുട്ടികൾ. ഒരാൾ തലശ്ശേരി, ഒരാൾ എറണാകുളം, ഒരാൾ ആലപ്പുഴ. ഞാൻ തലശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ 2 പേര് കൗൺസിലറായിരുന്നു.
പിന്നെ പാർട്ടിയായിട്ടുള്ള പ്രവർത്തനങ്ങളും കാര്യങ്ങളിലുണ്ട്. ഹസ്ബൻഡ് മരണപ്പെട്ടു, 16 വർഷമായി മരിച്ചിട്ട്. പിന്നെ എൻ്റെ രണ്ടാമത്തെ മകള് മീഡിയ ടെക് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞ കമ്പനിയാണ് നടത്തുന്നത്. അത് വീടുകളിൽ ഹോം തിയേറ്റർ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. പിന്നെ സ്കൂളിലേക്കുള്ള എല്ലാ എക്യുപ്മെന്റ്സും ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ ബന്ധപ്പെടുക. ചാക്കോസിൻ കളരിക്കും പെരുമ്പിന. എനിക്ക് 2 കുട്ടികളാണുള്ളത്. ഒരാൾ കാനഡയിലും ഒരാൾ ദുബായിലും. പേര് സ്കൂളിലെ പേര് ശ്രീധരനുണ്ട്, നാട്ടുകാർ വിളിക്കുന്ന സുരേന്ദ്രനുണ്ട്, വീട്ടിൽ ചെന്നാൽ വിളിക്കുന്ന അപ്പൊ ഞാൻ ഓർത്തോട്ടി താമസിക്കുന്നു. ഞാനൊരു ചെറിയൊരു ഓട്ടോയുമായിട്ട് നടത്തുന്ന വേറെ ഒന്നും പറയാൻ. ഞാൻ ദേവദാസ് കെ, പേരാണ് താമസം. ഈ ഒരു അവസരത്തിൽ എല്ലാവരെയും കണ്ടുപിടിച്ച് വളരെ സന്തോഷമുണ്ട്. അതിനകത്ത് ലേഡീസിൽ ഒരാളെ മാത്രമേ പരിചയമുള്ളൂ, കുട്ടികളുടെ മത്സരം. വേറെ ആരും ഓർക്കുന്നില്ല. ഞാൻ 10-20 വർഷം പോലീസ് സർവീസിൽ ജോലി ചെയ്തു. 2018 റിട്ടയറായതാണ്. രണ്ട് മക്കളുണ്ട്. മകൾ ചെന്നൈയിൽ, മകൻ അയർലൻഡിൽ. മണത്തണയാണ് താമസം. ആൺകുട്ടികളുടെ എല്ലാവരെയും എനിക്കറിയാം, 90%. പെൺകുട്ടികളുടെ അന്നക്കുട്ടീനെ അറിയാം, ഡെയ്സിനെ അറിയാം, മറ്റു പലരെയും അറിയില്ല. രജിതനെ അറിയാം. എനിക്ക് 2 മക്കള്. മോള് ഇപ്പം ഹൈദരാബാദിൽ ജോലിയാണ്, മകൻ ചെന്നൈയിൽ പഠിക്കുന്നു. എൻ്റെ പേര് വിശ്വനാഥ്. ഞാൻ മത്ര ആറ്റാഞ്ചേരി താമസിക്കുന്നു. കഴിഞ്ഞ 43 വർഷമായി സിനിമാ ഫീൽഡിൽ ജോലി ചെയ്യുന്നു. 2 പെൺകുട്ടികളാണ്. ഒരാൾ ഓസ്ട്രേലിയയിലാണ്, ഒരാൾ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ജോലി ചെയ്യുന്നു. എൻ്റെ പേര് ബാബു പരപ്പുറം. പുതുശ്ശേരി താമസിക്കുന്നു. 2 മക്കളുണ്ട്, 2 പെണ്ണു. ഞാൻ ശശീന്ദ്രൻ. 3 മക്കൾ, 2 ഡോക്ടർമാരാണ്. ഇളയോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ PG ചെയ്യുന്നു. പേര് ശശീന്ദ്രൻ TP. ആധാരം എഴുത്ത് തൊഴില് ഇപ്പോഴും ആധാരം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 3 മക്കളില് മൂത്തവള് BDS ഡോക്ടർ, വിദേശത്താണ്. രണ്ടാമത്തത് MBBS കഴിഞ്ഞ് PG ചെയ്യുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ. മൂന്നാമത്തത് മകനാണ്, അവൻ ബാംഗ്ലൂർ IT മേഖലയിൽ ജോലി ചെയ്തു. എനിക്ക് ഭാര്യയും 2 മക്കളും. മോളുടെ വിവാഹം കഴിഞ്ഞു മാങ്കുളത്ത്. മെക്കാനിക്കാണ് മാങ്കുളത്ത്. എൻ്റെ പേര് ബാലകൃഷ്ണൻ. പുലിത്തല താമസം. പുലിത്തല ടൈലർ ഷോപ്പ് നടത്തുന്നു. ഭാര്യയും 2 മക്കളും. മൂത്തവൻ്റെ കല്യാണം കഴിഞ്ഞു. ഇളയമകൻ ബാംഗ്ലൂരിൽ ചെറിയ കമ്പനി ജോലി ചെയ്യുന്നു. എൻ്റെ പേര് സണ്ണി, തട്ടിൽ ഹൗസ്. ഞാൻ ഇപ്പോൾ താമസിക്കുന്ന കീഴ്പള്ളി. ഇന്ത്യൻ ആർമിയിലും കേരള പോലീസിലും പിന്നെ US ആർമിയിലും പണിയെടുക്കാനുള്ള അവസരം കിട്ടി. വേറെ വിശേഷമൊന്നുമില്ല. എല്ലാവരും കണ്ടേ സന്തോഷം. മക്കൾ 2 ആളുണ്ടായിരുന്നു. ഒരാൾ മൂത്തയാൾ മരിച്ചുപോയി, രണ്ടാമത്തെ ആൾ ബാംഗ്ലൂർ ജോലി ചെയ്യുന്നു. ഞാൻ തോമസ് പി. പാവങ്കോട്ട് തെറ്റുവഴി. 2 മക്കള്. ഒരാൾ കല്യാണം കഴിഞ്ഞു. മക്കള് ഒരാൾ ഓട്ടോമൊബൈല്, ഒരാൾ എറണാകുളം. ഞാൻ പേരാട്ടുള്ള കുറച്ച് കച്ചവടമൊക്കെ ആയിട്ട് ബസ് സർവീസ് നടത്തിയിരുന്നു. ഇപ്പോൾ സ്വസ്ഥമാണ്. ഞാനും ഭാര്യയും, കുട്ടികളില്ല, സ്വസ്ഥമായി വിശ്രമിക്കുന്നു. എല്ലാവരും കാണാൻ പറ്റിയത് ഒരുപാട് സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് പെൺകുട്ടികളെ അന്നും അധികം കണ്ടിരുന്നില്ല, പക്ഷേ ഇപ്പം കുറച്ചാളെ കാണാൻ പറ്റി. പരിചയമുള്ള ആളുകൾ കുറേ ഉണ്ട്. പിന്നെ ലില്ലി എൻ്റെ അയൽവാസിയാണ്. കുറേ ആളുകളെ അറിയാൻ പേരെടുത്ത് പറയുന്നത് സന്തോഷമുണ്ട്. ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. ഇപ്പം മിനിയാന്ന് തിരിച്ചു വന്നിട്ടേ ഉള്ളൂ. എല്ലാവരും പ്രത്യേകം പ്രാർത്ഥനയിൽ
പാല ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ നേരെ മുമ്പിലാണ് എൻ്റെ വീട്. ഭാര്യ വിലാസിനി, 2 ആൺമക്കളാണ്. ഒരാൾ കേരള പോലീസാണ്, മറ്റേ ആൾ കേരള പോലീസ് തന്നെ കത്തിക്കാറ്. സ്നേഹമുള്ളവരെ, സ്വയം പരിചയപ്പെടുത്തുക എന്ന് പറയുന്നത് വലിയൊരു ബാധ്യതയായും വിഷമമായിട്ട് തീരാറുന്ന ഒരു അവസ്ഥയാണ്. പലപ്പോഴും അങ്ങനെ ഒരു വരാറുണ്ട്. എല്ലാവരെയും കാണാം, കുറേ കാലം കുറിച്ച് കണ്ടവരുണ്ട്, ഓർമ്മയുണ്ട്, പേര് മറന്നുപോയവരുണ്ട്. ഇങ്ങാവശത്ത് പിന്നെ സ്ത്രീകളുടെ മതിൽ സൃഷ്ടിച്ചതിനെ പറ്റി പലരും പറഞ്ഞു. ബഷീറിൻ്റെ മതിലുകൾ ഓർമ്മ വരുന്നു. അപ്പോൾ ചില ഭരണാധികാരികൾ വിചിത്രമായ പരിഷ്കാരങ്ങൾ നടത്തുന്നതുകൊണ്ടാണ് അവർ ഓർമ്മപ്പെടുന്നത്. തുക്കക്കിൻ്റെ മാതിരി റോക്കി മാഷും അങ്ങനെയായി പോയത് എനിക്ക് വളരെ ദുഃഖമുണ്ട്. പിന്നീട് റോക്കി മാഷ് നല്ല ഒരു ബോധത്തിലേക്ക് വരികയും എൻ്റെയൊക്കെ മക്കളെ പഠിപ്പിക്കുന്ന സ്കൂൾ തുടങ്ങുകയും അത് വളരെ ക്രിയേറ്റീവായിട്ട് നടത്തുകയും ചെയ്തൊരു മനുഷ്യനായി മാറിയിട്ടുണ്ട്. അതാണ് മനുഷ്യന് ചില സമയങ്ങളിൽ ചില തെറ്റുകൾ വരാറുണ്ട്, അത് നമുക്ക് ഓർക്കാം. അതുകൊണ്ട് എനിക്ക് അടുത്ത വശത്തിരിക്കുന്ന പെൺകുട്ടികളെ, അല്ലെങ്കിൽ ഇപ്പോൾ വളർന്നു പോയതുകൊണ്ട് എനിക്കത് പ്രശ്നമില്ല, പെൺകുട്ടികളെ എല്ലാവരെയും അറിയില്ല, കുറച്ച് പേരെയൊക്കെ അറിയാം. ട്രീസ ഇങ്ങനെ കിടന്ന് ചിരിക്കുന്നുണ്ട്. ട്രീസ യുകെയിലൊക്കെ പോയിട്ട് വന്നിരിക്കുകയാണ് അല്ലേ? ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ എൻ്റെ പേര് പറഞ്ഞില്ല, ചോദിച്ചപ്പോൾ 2 തൊഴിലുണ്ട്. ഒന്ന് കൃഷിപ്പണി, ഒന്ന് ചിത്രം വരയും. ചിത്രം വര കൊണ്ട് ഞാൻ അറിയപ്പെടുന്നു, കൃഷിപ്പണി കൊണ്ട് ജീവിച്ചു പോകുന്നു. ഇങ്ങനെയാണ്. എല്ലാവർക്കും സന്തോഷം, ഒത്തിരി സ്നേഹം. ഈ കൂട്ടായ്മയിൽ ആദ്യമായിട്ട് വരുന്നതാണ്. സ്നേഹപൂർവ്വം എല്ലാവരോടും. പിന്നെ എൻ്റെ സോമൻ, ഏറ്റവും കൂടുതൽ എൻ്റെ കൂട്ടുകാരനായിരുന്ന സോമൻ ഇപ്പോഴാണ് ഞാൻ കാണുന്നത്. അതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാരനായിരുന്ന ബേബിനെയും ഒക്കെ പ്രണാമം അർപ്പിക്കുന്നതോട് കൂടിയിട്ട് അതിനു മുമ്പ് ഒരു ജോസ് ഡൊമിനിക് ഉണ്ടായിരുന്നു നമുക്ക്. അതുപോലെ തന്നെ മാത്യു തോമസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ അടിയുടെ ജോർജ് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ഇവരെല്ലാം ഓർക്കുന്നുണ്ട് ഞാൻ. ഓർമ്മകൾ കൊണ്ട് നമുക്ക് പിന്നെ മറവിയെ പ്രതിരോധിക്കാമെന്നാണ് കൂട്ട് വിലാമുദ്ര പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവർക്കും എൻ്റെ സ്നേഹം. ഓക്കെ. പറഞ്ഞാൽ ചെറിയ നമ്മളൊക്കെ പഠിക്കുന്നവരുടെ വരങ്ങളല്ല, പുള്ളി എക്സിബിഷൻസും ഗാലറീസും ഒക്കെ ഓർഗനൈസ് ചെയ്യുന്ന കക്ഷിയാണ്. നമസ്കാരം, ഞാൻ ബേബി കോഴിക്കാടൻ, തൊട്ടിക്കാരനാണ്. പക്ഷെ ഇപ്പൊ താമസിക്കുന്ന എടൂരാണ്. വൈഫ് ടീച്ചറായിരുന്നു, അതുകൊണ്ടാണ് അവിടെ പോയി സെറ്റിലായത്. ഒരു മകനാണ്, അവൻ ഗ്രാഫിക് ഡിസൈനിങ് പഠിച്ച് വീട്ടിലിരുന്ന് ചെയ്യുന്നു. നിങ്ങളെ കണ്ടതിൽ ഒത്തിരി സന്തോഷമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രോഗ്രാമിൽ നിങ്ങളില്ലാത്തതുകൊണ്ട്, സ്ത്രീകളില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ വിഷമമുണ്ടായിരുന്നു. പക്ഷേ അതുകൊണ്ട് ബേബി ജോൺ ഇതിനു വേണ്ടി മുൻകരുതലെടുത്ത് ഇത്രയൊക്കെ ചെയ്യാൻ കഴിഞ്ഞു. പഴയ ആൾക്കാരെ നമ്മൾ ചെറുപ്പത്തിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങളെ ഒന്നിച്ച് കാണുവാനോ പറയാനോ വർത്താനം പറയാനൊന്നും സാധിച്ചില്ലെങ്കിൽ തന്നെ ഇപ്പോൾ ബേബി ജോണിന്റെയും ബാക്കിയുള്ളവരുടെ പ്രവർത്തനത്തിന്റെ മൂലമായി നിങ്ങളെ എത്തിച്ചേരാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. നന്ദി, നമസ്കാരം. നമസ്കാരം, എൻ്റെ പേര് ജോസ്. ഞാൻ ഓടുന്നവരാണ്. അറിയാവുന്ന ആളും അറിയാത്ത ഒരുപാട് പെൺകുട്ടികളെ ഒന്നും അന്നത്തെ കാലത്ത് നേരത്തെ പറഞ്ഞുപോയി, അവരെല്ലാം പറഞ്ഞു. അതുപോലെ തന്നെ ഞാനും പറയുന്നു, ആരെയും പരിചയപ്പെടാനൊന്നും സാധിച്ചില്ല. പിന്നെ എനിക്ക് ഭാര്യയും 2 മക്കളും മോളി മുഖയിൽ PG കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. മോനെ പുറത്തേക്ക് പോകാൻ വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാവരെയും കണ്ടതിൽ വളരെയധികം സന്തോഷം. കഴിഞ്ഞ 2 കൊല്ലം മുമ്പുള്ള ആദ്യത്തെ ഒരു ബാച്ചിൽ വന്നിട്ടുണ്ടായിരുന്നു. നേരത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വേഗം പോകേണ്ടി വന്നു, പരിചയപ്പെടാൻ പറ്റിയില്ല. എന്തായാലും സന്തോഷം. അടുത്ത പ്രാവശ്യം നമുക്ക് കാണാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ജോസ് എലഞ്ഞിക്കൽ കൊളക്കാട്. ഞാൻ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു. 2 പെൺമക്കളാണുള്ളത്.
ഒരാൾ ഒമാനിലും ഒരാൾ ഭരണകോളയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. നമസ്കാരം. എൻ്റെ പേര് ബാലചന്ദ്രൻ. ഇടത്തലയാണ് വീട്. നാട്ടിലെ ബാബു എന്ന് അറിയപ്പെടുന്നത്. പിന്നെ വിവാഹിതനല്ല, അതുകൊണ്ട് സ്വസ്ഥമായിട്ട് ജീവിക്കുന്നു. ഒരു ഒഴിവുണ്ട് ഒരു ഒഴിവ്. ഞാൻ കൊളക്കാടാണ് താമസിക്കുന്നത്. ആര് 3 കുട്ടികളും. കുട്ടി ഓർക്കുന്നുണ്ടാവും. ഭാര്യ 3 കുട്ടികളും. മൂത്ത കുട്ടിയുടെ കല്യാണം കഴിഞ്ഞു. ഒന്നാമത് വീട്ടിൽ 2 പെൺമക്കള് ജ്യേഷ്ഠന്മാര്. മോനെ CBSE സ്കൂളില് മുംബൈയിൽ പഠിപ്പിക്കും. എൻ്റെ പേര് DK ചെറിയാണ്. പറയേണ്ടതില്ലല്ലോ. കൊളക്കാടാണ് താമസം. ഭാര്യ 2 മക്കൾ. മക്കള് സ്കോട്ട്ലൻഡ്, അയർലൻഡ് തുടങ്ങിയ സന്തോഷം. ഞാൻ വേണുഗോപാൽ മുഴക്കുന്ന് വന്നത്. പക്ഷെ പലരെയും എനിക്ക് അങ്ങനെ വലിയ പരിചയം പോകാനുള്ള കാരണം ഞാനൊന്ന് പറഞ്ഞിരുന്നത് ക്ലാസ്സിലെ മുൻ ബെഞ്ചിലായിരുന്നു എപ്പോഴും സ്ഥാനം. അതുകൊണ്ട് തന്നെ പലരുമായിട്ട് അങ്ങനെ പരിചയം കുറച്ച് നാട്ടിൽ നിന്നൊക്കെ കാക്കയാണെന്നൊക്കെ വരുന്ന കുറച്ച് സുഹൃത്തുക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം പിന്നെ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് പിന്നെ അതിൻ്റെ പഠനത്തിൻ്റെ ഭാഗമായി കോളേജിൽ വന്ന് അങ്ങനെ കുറച്ച് ആളുകളായിട്ടുള്ള പരിചയം. പിന്നെ ഞാൻ അധ്യാപകനായിട്ട് റിട്ടയർ ചെയ്തു. അടക്കാത്തോട് സ്കൂളിൽ നിന്നാണ് റിട്ടയർ ചെയ്ത്. വൈഫ് ടീച്ചറാണ്. പിന്നെ 2 മക്കൾ. മൂത്തയാൾ ഡോക്ടറാണ്. അവരിപ്പം PG കഴിഞ്ഞു. കാർഡിയോളജിയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സീനിയർ റെസിഡൻ്റാണ്. പിന്നെ 2ാമത്തെ ആൾ ഞങ്ങളുടെ ഫീൽഡിൽ തന്നെ അധ്യാപകനായിട്ട് ജോലി ചെയ്യും. സന്തോഷം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഭാസ്കരൻ. എനിക്ക് സന്തോഷം കൊണ്ട് എന്താ പറയേണ്ടതെന്ന് മനസ്സിലാകുന്നില്ല. കാരണം സ്കൂളിൽ പഠിക്കുന്ന സമയത്തും ഞാനൊരു സൈഡിൽ ഒതുങ്ങിയിട്ടായിരുന്നു. കാരണം എപ്പോഴും മുന്നിലത്തെ ബെഞ്ചിൽ തന്നെ കുട്ടി സാറും പിന്നെ റപ്പായി സാറും ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ നോട്ടപ്പുള്ളിയായിരുന്നു ഞാൻ. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ കഴിയാറില്ല. പിന്നെ ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ ഹൈസ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു ഉത്തരവാദിത്തം എടുത്ത് പോകേണ്ടി വന്നു. അതുകൊണ്ട് ആരുമായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പരിചയം ഉണ്ടായിട്ടില്ല. ഇപ്പൊ ഈ കൂട്ടത്തിലെ മിഡിൽ സ്കൂളിൽ പഠിച്ച കുട്ടികളെ എല്ലാവരും ഏകദേശം എനിക്കറിയാം. പിന്നെ മറ്റുള്ളവരെല്ലാം പൊതുവിൽ ഇവിടെ കാണാറുണ്ട്. എനിക്ക് എന്താ പറയേണ്ടതെന്ന് എനിക്കിപ്പം പിടികിട്ടുന്നില്ല. അത്രയും ഒരു സന്തോഷമാണ് ഇപ്പോൾ. എനിക്ക് കല്യാണം കഴിഞ്ഞതാണ്. 2 കുട്ടികളുണ്ട്. മകൻ ഇപ്പൊ ഇവിടെ ഒരു സഹകരണ ബാങ്കിൽ ജീവനക്കാരനായിട്ട് വർക്ക് ചെയ്യാണ്. മകള് IT പ്രൊഫഷനിലാണ്. അവള് ബാംഗ്ലൂരിലാണ്. ഇത്രയാണ് എന്നെ കുറിച്ച് എനിക്ക് ഇപ്പം പറയാനുള്ളത്. ഇനിയൊരു അവസരം വരുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് വർത്താനം പറയാം. മണികണ്ഠൻ കാക്കയങ്ങാടാണ്. അധ്യാപകനായിരുന്നു കുറേ കൊല്ലം. ഭാര്യ ഹേമലത ഒരു കോടതിയിലാണ്. 1 കൊല്ലം കൂടെ അവളെ പേടിക്കണം. റിട്ടയർമെന്റ് ആയില്ല. 2 മക്കളുണ്ട്. 2 പേരുടെയും കല്യാണം ആയിട്ടില്ല. അലയൻസ് ആർ ഇൻവൈറ്റഡ്. 2 ആൺകുട്ടികളാണ്. പെൺകുട്ടികളെ ക്ഷണിക്കുന്നു. തീർച്ചയായിട്ടും. ഒരാൾ UK യിലുണ്ട്. 2 ആളുകൾ ഇൻഷുറൻസിൽ കോഴിക്കോടുണ്ട്. 2 ആളും ജോലി ആയിട്ടുണ്ട്. പിന്നെ എന്തായാലും എനിക്ക് ഇവിടെ ആൺകുട്ടികൾ എനിക്ക് പോകുന്ന എല്ലാവരും അറിയാം. ചില ഒരു 1-2 ആളെ പേരൊഴിച്ച് ബാക്കിയൊക്കെ എനിക്ക് കഴിഞ്ഞ മീറ്റിങ്ങിലായിട്ടും അറിയാം. പ്രത്യേകിച്ച് നമ്മളിങ്ങനെ ഇടക്കിടക്കിനെ നടക്കും. ചന്ദ്രത്തെ കൂടി അവർ കേന്ദ്രം പേരവര്. ചന്ദ്രന്റെ കടയിൽ കയറാത്ത ആരും ഒരു പക്ഷേ പേരവര് നമ്മളെ ഭാഗത്തില്ല. അതുകൊണ്ട് അവിടെ വെച്ചിട്ടാണ് നമ്മളെല്ലാം പരിചയപ്പെടുന്നത്. ചന്ദ്ര ഷോപ്പുള്ളത് കൊണ്ട് ഒരുവിധം എനിക്കൊന്ന് ആൺകുട്ടികൾ എല്ലാവരും അറിയാം. 1-2 പേരെ പേര് കൺഫ്യൂഷൻ അത്രയേ ഉള്ളൂ. എനിക്ക് സങ്കടമുള്ള കുറച്ച് വരുമെന്ന് പറഞ്ഞ കുറച്ചാളും കൂടെ വന്നില്ല. എന്താണെന്നറിയില്ല. ഉറപ്പ് ഞങ്ങൾ 2 റൗണ്ട് 3 റൗണ്ടൊക്കെ വിളിച്ചിരുന്നു. കുറച്ചും കൂടെ ആൺകുട്ടികൾ എത്തിച്ചേരേണ്ടതായിരുന്നു. പെൺകുട്ടികളുടെ കണക്ക് ഏകദേശം ബേബി ജോൺ 15 മുതൽ 20 വരെയാണ് എന്തായാലും എത്തിയിട്ടുണ്ട്. പെൺകുട്ടികൾ എനിക്ക് അറിയുന്ന ഒരാൾ, എനിക്ക് അക്കാലത്ത് ആകെ ഒരു പെൺകുട്ടിയെ അറിയാമായിരുന്നു. നമ്മുടെ ജൈനമ്മ EK ഡോളിച്ചിന്റെ മക്കള്. കാരണം ഇടത്തുട്ടിന്നാണ് വരുന്നത്. മാത്രം നേരത്തെ ആരോ പറഞ്ഞവർ അവൾ സൈക്കിൾ ചവിട്ടി പോകുന്ന ആളായിരുന്നു അക്കാലത്ത്. ഇടത്തോട്ടിൽ നിന്ന് കാക്കാടൊക്കെ സൈക്കിൾ ചവിട്ടി പോകുന്ന ഒരു കാലഘട്ടം. അക്കാലത്ത് പെൺകുട്ടികൾ സൈക്കിൾ ചവിട്ടി ഓടിച്ച് അങ്ങനെ വലിയൊരു നേരത്തെ പറഞ്ഞ പോലെയാണ്.
അപ്പോൾ അങ്ങനെ ജൈനമ്മയെ അറിയാം, വളരെ കുറച്ചാളെ അറിയും. ഇവിടെ പിന്നീടാണ് നമ്മളിപ്പം നേരത്തെ ലിസി അല്ലേ നമ്മുടെ എൻ്റെ കൂടെ MSc തലശ്ശേരി പഠിച്ചതാണ്. സുഷമയെ എനിക്ക് പണ്ടേ അറിയാം, പക്ഷേ ക്ലാസ്മേറ്റ് ആണ് ഇപ്പോൾ അറിയുന്നത് കേട്ടോ. സുഷമ NSS കോളേജ് മട്ടന്നൂരൊക്കെ ഉണ്ട്, അവിടെ അനിയത്തി ഒന്നിച്ചെന്റെ ക്ലാസ്സിലുണ്ടായിരുന്ന ഇപ്പൊ പറയുമ്പോൾ മനസ്സിലാവും, നേരെ അനിയത്തിയാണ്. ഇംഗ്ലണ്ടിൽ ഒരു ക്ലാസ്സിലായിരുന്നു, ഇവിടെ ഹൈസ്കൂളിൽ അറിയാം. അത് അപൂർവം നേരത്തെ ഇവിടെ ഉണ്ട്. അപ്പൊ എന്തായാലും ഇപ്പൊ വന്ന എല്ലാവരെയും പരിചയപ്പെട്ടു. എന്തായാലും എനിക്കൊരു സന്തോഷമുള്ളത്, നിങ്ങളുടെ കുറെ ആളിലൊക്കെ മക്കളെ എനിക്ക് പഠിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ പാലയിൽ ആദ്യം വന്നത് 2002 നമ്മൾ കളറിക്കൽ നമ്മുടെ കളറിന്റെ മോളെ ആദ്യം ഞാൻ പഠിപ്പിച്ചു. മോളെ പേര് ഞാൻ വിട്ടു, മഞ്ജുര +2 ബാച്ചിൽ, ആദ്യത്തെ +2 സയൻസ് ബാച്ചിൽ വിദ്യാർത്ഥിനിയാണ് 2002. അങ്ങനെ കുറെ പേര് 1000 മോളെ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കുറെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മുടെ സഹപാഠികളുടെ മക്കളെ പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ നമുക്കൊരു അധികാരമുണ്ടല്ലോ, എന്തും പറയാം, മക്കളുടെ അധികാരം. അങ്ങനെ ഒരു സന്തോഷമുണ്ട്. എന്തായാലും ഈ കൂട്ടായ്മ അങ്ങോട്ട് നിലനിൽക്കണം. നേരത്തെ എല്ലാവരും പറഞ്ഞതുപോലെ നമ്മുടെ ഒരുപാട് പ്രയാസമുള്ളവരൊക്കെ ഉണ്ട്, അവരൊക്കെ സഹായിക്കുന്ന രീതിയിലേക്ക് കൂട്ടായ്മ കൊണ്ടുപോകണം. എനിക്ക് തോന്നുന്നു നമ്മുടെ പെൺകുട്ടികളായിട്ട് നമുക്ക് ഒന്നിച്ചൊരു ഗ്രൂപ്പായിട്ട് നിൽക്കുന്നതിലും നമുക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ, മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, സന്തോഷം. ഒരു KT തോമസ്. ഓരോരുത്തരുടെ നോട്ടം കാണുമ്പോൾ ഞാൻ പേടിച്ചു പോകുന്നു. ഇതാരാ പുതിയ അവതാരം, നമ്മുടെ കൂടെ പഠിച്ച് ഇങ്ങനെ ഇത്രയും ചെറിയൊരാളുണ്ടോന്ന് അല്ലേ? അന്ന് ഞാൻ ചെറുതായിരുന്നു. ബേബി തന്നെ, മറ്റൊരു ബേബിയാ പറയുന്നത്. ഞാൻ സെബാസ്റ്റ്യൻ ജോസഫ്, എവിടെ ഓർമ്മയുണ്ടെന്നല്ല, സെബാസ്റ്റ്യൻ ലോണക്ക അദ്ദേഹമാണ് പറഞ്ഞത്. കൊളക്കാട് നിന്നാണ്. വലിയ ശീലമൊന്നുമില്ല ഇത്, എന്നാലും. അപ്പോൾ വീട്ടുപേര് മണ്ണാറത്ത്, കൊളക്കാട് നിന്ന് ഇവിടെ വന്ന് പഠിച്ച് ആയിക്കോട്ടെ. അപ്പോൾ ഇപ്പോൾ ഞാൻ സ്കൂളിൻ്റെ ഒക്കെ അടുത്ത് പഴയ റോക്കി മാസ്റ്ററുടെ വീടിൻ്റെ അടുത്ത് അദ്ദേഹത്തിൻ്റെ ഒരു മകൻ്റെ വീട് തന്നെ എടുത്ത്, എന്ന് പറഞ്ഞാൽ വലിയതായിട്ട് പറഞ്ഞല്ല കേട്ടോ. ആ മകൻ വീട് വിറ്റപ്പോൾ എനിക്കങ്ങനെ ഒരു ചാൻസ് കിട്ടി. ഒരു ചെറിയ വീടാണ്, ഭാര്യ, 2 പെൺകുട്ടികളുടെ വിവാഹം കഴിഞ്ഞു. അവരുടെ 2 പേർക്കും കൂടി 3 പേരമക്കളുണ്ട്. വലിയപ്പനും വലിയമ്മയായിട്ട് പോകുന്നു. ഞാൻ വൈകി പോയതിന് തക്കതായ കാരണമുണ്ട്. എന്താ പറയുക, ഇതെല്ലാവരും സർവീസിലുള്ള, എല്ലാവരും അല്ല കേട്ടോ, കുറേ പേര് സർവീസിലുള്ളവരാണ്. എല്ലാവരും റിട്ടയറായി. ഞാൻ റിട്ടയർ ആയിട്ടില്ല. വെറും പോസ്റ്റ് മാസ്റ്റർ അല്ല, ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ. അത് പറയുമ്പോൾ എനിക്ക് കുളിര് പോലുമല്ല, അപ്പം വിഷമമൊക്കെ പറയാനുണ്ട്. പിന്നെ നിങ്ങളുടെ മുന്നേ അത് പറയേണ്ട കാര്യമില്ല. ആ വിഷമം കൊണ്ടല്ല, എന്തായാലും ദൈവാനുഗ്രഹത്താൽ ദൈവവിശ്വാസികളായിരിക്കും എല്ലാവരും, നിരുത്തരവാദി. ഞാൻ പിന്നെ അല്ല ഉണ്ടാവും. അപ്പം അന്ധമായ ദൈവവിശ്വാസിയല്ല. പിന്നെ ഐസൊക്കെ തന്ന അങ്ങനെയല്ലേ, ദൈവത്തിൻ്റെ കാരണന്മാരുടെ വലിയ പാരമ്പര്യമൊന്നും ഇല്ലായിരുന്ന ഒരു കൊളക്കാടുകാർ കുറേ പേര് ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ പഴയ 100 സെന്റിലെ ആന്തരിക ഞാൻ ആ 100 സെന്റ് ഇപ്പോഴും അവിടെ ഉണ്ട് എന്നുള്ളത് ഞാൻ ഓർക്കുന്നു. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് വേറെ മാറിയിട്ട് 20 വർഷമായി. ഞാൻ കൂടുതൽ പറയാൻ നിന്ന് എനിക്ക് 20 വർഷമായി. അപ്പം 20 വർഷം മുമ്പ് എൻ്റെ തറവാട്ടിലായിരിക്കുമ്പോൾ പറയുന്ന ഒരു ഭാഷയായിരുന്നു 100 സെന്റേ ഉള്ളൂ എന്ന്. കാരണന്മാരുണ്ടായിരുന്നു. ഇപ്പം കാരണന്മാർ പോയി, അവർ സ്വർഗത്തിലെ നിറയത്തോടിരിക്കട്ടെ. ഇത് തന്നെയാണ് സ്വർഗം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എന്ന് പറഞ്ഞാൽ എപ്പോഴും ഞാൻ നിങ്ങളുടെ കൂടെ ഇല്ല. ഞാനായിരിക്കുന്ന ആളും നമ്മളായിരിക്കുന്ന ആളുമാണ് സ്വർഗം. മുകളിലോ താഴെയോ ഉള്ള സ്വർഗത്തെപ്പറ്റി എനിക്ക് വലിയതൊന്നുമില്ല. നിരശ്വരവാദി ആയതുകൊണ്ടല്ല കേട്ടോ പറയുന്നത്. അപ്പോൾ നമ്മളായിരിക്കുന്നിടത്ത് ഹാപ്പി ആയിരിക്കുക. പടച്ചോൻ അങ്ങനെയുള്ള ആളുണ്ടാവും. പടച്ചോൻ നമുക്ക് ഇത്രയൊക്കെ ഒരു അവസരം തന്നിരിക്കുന്നു. നന്ദി. ഏതായാലും ഇങ്ങനെ എന്താ പറയുക, 2 സുഹൃത്തുക്കൾ വിളിച്ചിരുന്നു. ആദ്യം വിളിച്ച ആളാണ് നിൽക്കുന്നത്, പിന്നെ പ്രസാദ് വിളിച്ചു. അപ്പോൾ എനിക്ക് ലേറ്റായി പോയതിൽ തക്കതായ കാരണമുണ്ട്, മനസ്സിലായി കാണും. ഞാൻ നേരത്തെ ചാടി ഇറങ്ങിയതാണ്. ഓക്കെ, താങ്ക് യു. ബാക്കിയുണ്ടോ? അത് നമ്മൾ നോക്കിക്കോളും, തട്ടിയിട്ടോ കുഴപ്പമില്ല.
ആ എടാ നീ എടുക്കാൻ തുടങ്ങിയാ ഇതല്ലേ മെയിന്. റെഡി, ഇയാളെ തന്നെ നോക്കോ. റെഡി 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 റെഡിയാ? നല്ല ചിരി വേണതോ. റെഡി റെഡി പോലെ നീ എടുത്ത് കഴിയുമ്പോൾ പറയണേ, ഞാനൊന്ന് വീഡിയോ എടുക്കാം. റെഡി, ഓക്കെ റെഡി. അത് സംസാരിച്ചോ, നിങ്ങൾ സംസാരിച്ചോ, കുഴപ്പമില്ല. ആ അതെ 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 സംസാരിച്ചോ, വീഡിയോ. നമ്മളൊന്നുമില്ലെങ്കിൽ കേട്ടിക്ക് നാളെ ഞാൻ ഫേസ്ബുക്കിൽ ഇടും. ചെറുപ്പക്കാരനെ കൊടുക്കണ്ടേ ടി വിയിൽ കൊടുക്കണ്ടേ? നോക്കാം, നമുക്ക് എവിടെയെങ്കിലുമൊക്കെ കൊടുക്കാന്നേ. ആ കുറച്ച് പാടാം. അത് ഓഫ് ചെയ്തു, എന്നിട്ട് സെൻറ്റർ ചെക്കിയിട്ട് ഒന്നുകൂടി എടുക്കും. റെഡിയാ? ഓക്കെ. ഉണ്ട് ഇങ്ങോട്ട് നോക്കണേ.
എന്ത് പറയുന്നു? ആളുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ചിലപ്പോൾ പോകും. ലാസ്റ്റ് ഞാൻ ചെറിയാനും മണികണ്ഠനും ശ്രീരാമോഹനും ബാക്കിയുണ്ട്. എന്ത് പറയാൻ പറ്റും? പറഞ്ഞോ, അതിനെപ്പറ്റി ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഈ ലേഡീസ് കുറച്ച് പേരെ ഉള്ളൂ, അവർ പെട്ടെന്ന് പോകാൻ തുടങ്ങുകയാണ്. പിന്നെ അഭിപ്രായം എന്ന് പറയുന്നത്, ഇപ്പം ഓർമ്മ 78 എന്ന് പറഞ്ഞിട്ടാണ് ബോയ്സ് തുടങ്ങിയിരിക്കുന്നത്, ഗേൾസ് തുടങ്ങിയത് 278. അപ്പം ഇത് രണ്ടും കൂടി ഇപ്പൊ കമ്പൈൻ ചെയ്ത് ഒന്നിച്ചു പോകുമ്പോൾ നമുക്ക് ഒന്നുകിൽ ഒരു പേരിൽ പോകണം. രണ്ടുപേരും കൂടെ പോകുന്നതിൽ അർത്ഥമില്ല. രണ്ടുപേരും പോകണം. ചെറുപറ്റത്തെ ഓർമ്മകൾ. അപ്പൊ ഒന്നുകിൽ ഒന്നിച്ചൊരു മോഹം
അപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ അത് തീരുമാനം ഞാൻ അഭിപ്രായം ചോദിച്ചതേ ഉള്ളൂ. തിരുമുറ്റം ഓർമ്മ എന്നുള്ളത് ഒന്നുകിൽ ഒറ്റ പേരിലാക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ആരുടെ എല്ലാവരുടെയും ഭൂരിപക്ഷ അഭിപ്രായ പ്രകാരം ഏതെങ്കിലും ഒരു പേരാണ്. അപ്പൊ എന്റെ അഭിപ്രായം ഇതാണ്. നിങ്ങളുടെ സജഷൻ. ഹലോ, ക്രിസ്മസിന്റെ അവധിക്ക് നമുക്കൊന്നും കൂടെ കൂടാൻ പറ്റുമോ? ഇപ്പോഴേ അനൗൺസ് ചെയ്യുകയാണ് എങ്കിൽ മണിയേണ്ട ഡിസംബർ ലാസ്റ്റ് ഡേറ്റ് ഉണ്ടോ കാലണ്ടറിൽ? ആരെങ്കിലും കാലണ്ടറുള്ള കമ്പ്യൂട്ടർ ഇപ്പോഴേ പറയുകയാണെങ്കിൽ ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഡേവിഡ് തോമസിനോട് ഞാൻ പറഞ്ഞ ഡേവിഡ് തോമസിന് ആൺ പെൺ ഗ്യാദറിംഗ് പറയുമ്പം അവൻ അസുഖമായിരുന്നു. എന്നാ പിന്നെ ഓക്കെ. അല്ല, ഇവിടെ പരിഗണിക്കേണ്ട കാര്യം നമ്മളിപ്പോ ഓർമ്മ എന്നുള്ള ഗ്രൂപ്പിൽ നമ്മുടെ ബോയ്സിന്റെ പേരൊക്കെ ഉണ്ട്, ഗേൾസ് വേറെ ഉണ്ട്. അപ്പൊ ഇവർ രണ്ട് ഈ ഒന്നിച്ചൊരു ഗ്രൂപ്പ് മിക്സ് ചെയ്യുന്നുണ്ടോ ആദ്യം തീരുമാനിക്കണം. അത് എന്തെങ്കിലും അങ്ങനെ പേര് വേണ്ടു. അപ്പൊ അതിന് അങ്ങനെ മിക്സ് ചെയ്യാൻ താല്പര്യമുണ്ടോ, അങ്ങനെ അതിനൊന്നും ബുദ്ധിമുട്ടുണ്ടോ? മാറ്റേണ്ട ആവശ്യമില്ല. എന്റെ ചോദ്യം, ബോയ്സിന്റെ ഗ്രൂപ്പ് വേറെ ഗേൾസിന്റെ ഗ്രൂപ്പ് വേറെ ഉണ്ട്, ജനറൽ ഗ്രൂപ്പ് കോർ കമ്മിറ്റി വേറെ, അത് വേറെ നമ്മൾ പേഴ്സണൽ ഗ്രൂപ്പ്. അപ്പൊ അത് മിക്സ് ചെയ്ത് ഒന്നിച്ച് ഗ്രൂപ്പ് ആക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ പേരിന്റെ സംശയമാണ് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു അഭിപ്രായങ്ങളാണ് പെട്ടെന്ന് വരുന്നത്. കുറച്ച് നേരത്തെ മിക്സ് ഉണ്ടോ? ആയിക്കോട്ടെ. അങ്ങനെ